വല്ലഭാ ജയ ഗിരിവരധാരി ജയോധാരി ജയ യശോദനന്ദന വ്രജജനരഞ്ജന യശോദനന്ദന വ്രജജനരഞ്ജന യമുനാ തീരാവനചാരി ജയ രാധാ മാധവ കുഞ്ച ബിഹാരി ജയ രാധാ മാധവ ജയ കുഞ്ച ബിഹാരി ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. തുടങ്ങാം മാതാജി. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഗുരവേ ഗൗരചന്ദ്രായ രാധികായൈ തദാലയേ കൃഷ്ണായ കൃഷ്ണഭക്തായ തദ്ഭക്തായ നമോ നമഃ. വന്ദേഹം ശ്രീഗുരോ ശ്രീയുതപദകമലം ശ്രീഗുരുൻ വൈഷ്ണവംശ്ച ശ്രീരൂപം സാക്ഷാദാതം സഹഗണരഘുനാഥാന്വിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദാൻ സഹഗണലളിതാ ശ്രീവിശാഖാന്വിതം ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗൽപദേ ഗോപേശ ഗോപികാകാന്ത രാധാകാന്ത നമസ്തുതേ. ഭക്തകാഞ്ചന ഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. സാരമേകം അധ്യാത്മദീപമതിതിരീർഷദന്തമോന്തം സംസാരിണാം കരുണയാക പുരാണഗുഹ്യം തം വ്യാസസൂനുമുപയാമി ഗുരും മുനീനാം. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തഥോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവത്യുത്തമ ശ്ലോകേ ഭക്തിർഭവതി നൈഷ്ഠികീ. മൂലം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ ശ്രീഗുരും ദീനധാരിണം ശ്രീചൈതന്യമീശ്വരം പരമാനന്ദമാധവം. ഹരേ കൃഷ്ണ. നമ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രസ്ഥായ ഭൂതലേ ശ്രീമതേ മഹാവിഷ്ണു ഗോസ്വാമിനി നാമിനെ. നമ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രസ്ഥായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിനി നാമിനെ. നമസ്തേ സരസ്വതീ ദേവേ ഗൗരവാണി പ്രചാരണേ നിർവിശേഷൂന്യവാദി പാശ്ചാത്യദേശധാരണേ. ജയ ശ്രീ കൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധാര ശ്രീവാസാദി ഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. എല്ലാവർക്കും ഒരു ഭാഗവതം ക്ലാസ്സിലേക്ക് സ്വാഗതം. അതോടൊപ്പം എല്ലാവർക്കും എന്റെ വിനീതമായ നമസ്കാരം. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. നമ്മളെ ശ്രീമദ് ഭാഗവതം 1:15-40 വരെ എടുത്തു അല്ലെ. ഹരേ കൃഷ്ണ. നമ്മളെ 40ാമത്തെ ശ്ലോകത്തിൽ എന്താണ് പഠിച്ചത്? ആരെങ്കിലും ഒന്ന് പറയാമോ? ഹരേ കൃഷ്ണ.
വല്ല ഓർമ്മയുണ്ടോ? ഹരേ കൃഷ്ണ. മഹാരാജാവ് യുധിഷ്ഠിരൻ ഉം. തന്റെ ദേഹത്യാഗം ചെയ്യുന്നതായിട്ട് പറഞ്ഞു. ദേഹത്യാഗം ചെയ്യുന്നതൊക്കെ അതിന്റെ ഏത് ഭാഗം വരെയായി? ദേഹത്യാഗം പിന്നീടാ വരുന്നത്. അപ്പൊ അവിടെ ഏത് ഭാഗം വരെയായി? പരീക്ഷത്തിന് രാജ്യഭാരം ഏൽപ്പിച്ചിട്ട് അദ്ദേഹം തന്റെ രാജകീയമായ എല്ലാ സൗകര്യങ്ങളും അല്ലെ, സൗകര്യങ്ങളും ഉപേക്ഷിച്ചിട്ട് രാജകീയമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉപേക്ഷിച്ചിട്ട് എന്താണ്, പൂർണ്ണമായും ഭൗതികമായ സർവ്വതിൽ നിന്നും അദ്ദേഹം തന്റെ ബന്ധം അതിനോടുള്ള അതുവരെ ഉണ്ടായിരുന്ന എന്തെങ്കിലും കുറച്ചെങ്കിലും ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്, അതെല്ലാം ഉപേക്ഷിച്ചിട്ട് ഒന്നിലും താല്പര്യമില്ലാത്തവനായിട്ട് മാറി എന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ എന്തിനു വേണ്ടിയാണ് അങ്ങനെ ചെയ്തത്? ഭഗവാന്റെ സന്തത സഹചാരിയാണ് അവർ. അപ്പൊ അവിടെ നിന്നാണ് അവരിവിടെ വന്നിരിക്കുന്നത്. അപ്പൊ ഭഗവാന്റെ സന്തത സഹചാരിയായി തീരാൻ ഒരു ഭൗതിക മാലിന്യങ്ങളും നമ്മളിൽ ഉണ്ടാകരുത്. നമ്മളെല്ലാം 16 പ്രാവശ്യം നാമം ജപിക്കുന്നു, ഭാഗവതം പഠിക്കുന്നു, നല്ല രീതിയിൽ ഭാഗവതം വായിക്കാനൊക്കെ കഴിവുള്ളവർ ഒരുപാട് പേരുണ്ട്. പക്ഷേ ഇതെല്ലാം ഉണ്ടെങ്കിലും നമ്മുടെ മനസ്സിലേക്ക് നമ്മളൊന്ന് കടന്നു നോക്കണം. മനസ്സ്, അതിനകത്ത് എന്തെല്ലാമാണ് നടക്കുന്നത്? ആ അതിനെ ശുദ്ധമാക്കി മാറ്റണം. എന്നാൽ മാത്രം ഇതെല്ലാം ചെയ്യുന്നതിന്റെ ഉദ്ദേശം ആദ്യം അതാണ്. നമ്മൾ നാമം ജപിച്ചാലും ശരി, ഒരുപാട് കീർത്തനങ്ങൾ പാടിയാലും ശരി, ഭാഗവതം വായിച്ചാലും ഭഗവത്ഗീത കാണാതെ പഠിച്ചാലും എല്ലാം നമുക്ക് കഴിയും. അതിലൊക്കെ നമുക്ക് 700 ശ്ലോകം നമുക്ക് കാണാതെ പഠിക്കാൻ നമ്മളെ കൊണ്ട് ഒരു നമുക്ക് കഴിയും. അപ്പൊ അതൊക്കെ ചെയ്താലും ശരി, അതിനെല്ലാം ഭഗവാന്റെ കൃപ നമ്മളിൽ ഉണ്ടാകണം. ഇതെല്ലാം കഴിയണമെങ്കിൽ ഭഗവത് കൃപ നമ്മളിൽ ഉണ്ടാകണം. അപ്പൊ ഈ ഭഗവത് കൃപ നമ്മളിൽ ഉണ്ടാകുന്നതോടൊപ്പം നമ്മുടെ മനസ്സിലുള്ള വിചാരങ്ങളെ എല്ലാം മാറ്റി നടത്തണം. എത്ര ഭക്തനാണെന്ന് പറയുമ്പോൾ ആ മനസ്സിലുണ്ട് വികാരയോടുള്ള ഒരു അട്രാക്ഷൻ മനസ്സിലുണ്ടെങ്കിൽ അത് ഇത്രയും ചെയ്യുന്നത് കൊണ്ടുമുള്ള ഫലത്തെ കുറയ്ക്കും എന്നുള്ളതാണ്. അപ്പൊ ഇത് നമ്മള് ആ ഒരു സഹചാരി ആകണമെന്നുണ്ടെങ്കിൽ മാലിന്യം മാറ്റണം. എന്താണ് മാലിന്യം? നമുക്കറിയാം, കണ്ണാടിയാൽ പൊടിപടലങ്ങൾ പിടിച്ചിരുന്നാൽ ആ കണ്ണാടിയിൽ നമ്മുടെ മുഖം വ്യക്തമായി കാണാൻ കഴിയുകയില്ല അല്ലെ. അതുപോലെ നമ്മളിൽ, നമ്മുടെ മനസ്സിൽ ഒരുപാട് മാലിന്യങ്ങൾ കടന്നിരിക്കുമ്പോൾ നമുക്ക് ആ ഭഗവത് ചൈതന്യത്തെ കുറിച്ച് വ്യക്തമായ ധാരണ കിട്ടുകയില്ല, എത്ര പഠിച്ചാലും എത്ര എന്തെല്ലാം ചെയ്താലും. അപ്പൊ ഇവിടെ മാലിന്യങ്ങളിൽ നിന്ന് നിർമുക്തനാകുക, അതിനു വേണ്ടിയാണ് ഈ രാജകീയ പദവിയെ നിന്ന് വാനപ്രസ്ഥം എടുത്തപ്പോൾ രാജകീയ പദവിയിൽ നിന്ന് മാറാൻ അദ്ദേഹം ആഗ്രഹിച്ചത് എന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പൊ ഏതെങ്കിലും ഒരു പദവിയോട് അഭിനിവേശം ഉള്ളിടത്തോളം കാലം അവർക്ക് ഭൗതികമായിട്ടുള്ള അശുദ്ധി അവരുടെ മനസ്സിൽ ഉണ്ട് എന്നുള്ളതാണ്. അപ്പം ഇനിയും അവിടെ പറഞ്ഞു എന്താണ്, ശ്രീരാമചന്ദ്രന്റെ അതേ തലത്തിലുള്ള ഒരു ശ്രേഷ്ഠനും ധർമ്മിഷ്ഠനുമായ ഉത്തമ രാജാവായിരുന്നു അദ്ദേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞു. ഇനി 41ാമത്തെ ശ്ലോകത്തിലേക്ക് നമുക്ക് കടക്കാം. അപ്പൊ അവിടെ വളരെ നമ്മളെ സംബന്ധിച്ച് മനസ്സിലാക്കാനും പഠിക്കാനും ഒക്കെ വളരെ പ്രയാസം ഉള്ള ഒരു ഭാഗത്തേക്കാണ് നമ്മൾ പോകുന്നത്. കുറച്ച് എന്ന് വെച്ചാൽ നമുക്കതില് വിശ്വാസം വരണം, അത്രമാത്രം ഇതായിട്ടുള്ള കാര്യമാണ് ഇവിടെ പറയുന്നത്. അപ്പൊ ആ 41ാമത്തെ ശ്ലോകം നമുക്ക് വായിക്കാം. വാചം ജുഹാവ മനസി തത്പ്രാണയിതരേ ജതം മൃത്യാവപാനം സോത്സർഗം തം പഞ്ചത്തേഹി അജോഹവിത്. വാചം ജുവാഹ മനസി തത്പ്രാണയിതരേ ജതം മൃത്യാവപാനം സോത്സർഗം തം പഞ്ചത്വേഹ്യജോഹവിത്. വാചം ജുഹാവ മനസി തത്പ്രാണയിതരേ ജതം മൃത്യാവപാനം സോത്സർഗം തം പഞ്ചത്വേഹ്യജോഹവിത്. ഹരേ കൃഷ്ണ. അപ്പൊ അതിലെ പ്രധാന വാക്കുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വാചം, നമ്മുടെ മലയാളത്തിലുള്ള വാക്കുകളെ ജുഹാവ എന്ന് പറഞ്ഞാൽ ഉപേക്ഷിച്ചു. മനസ്സിൽ തത് പ്രാണ എന്നാണ് നമ്മൾ പറയേണ്ടത്. പക്ഷെ അതിനെ പിരിക്കുമ്പോ തത് പ്രാണി എന്ന് പറഞ്ഞെങ്കിലേ അർത്ഥം ശരിയാകുള്ളൂ. തത് പ്രാണി, ജീവവായുവിനെ മനസ്സിൽ ആവാഹിച്ചിട്ട്, ഈതരേച്ച മറ്റിന്ദ്രിയങ്ങളും, തം അതിനുള്ളിലേക്ക്, മൃത്യുവിലേക്ക്, അപാനം എന്ന് പറഞ്ഞാൽ ശ്വാസം. നമുക്കറിയാം അപാനനെ കുറിച്ചൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. പ്രാണൻ, അപാനൻ ഇതൊക്കെ അറിയാമല്ലോ, നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. അപാനം, സ ഉത്സർഗം,
സമർപ്പണ ബുദ്ധിയോടെ എല്ലാം ഉപേക്ഷിക്കാനുള്ള ആ ഒരു ബുദ്ധിയോടുകൂടി എന്നുള്ള അർത്ഥമേ ഉള്ളൂ അവിടെ. പഞ്ചത്വം എല്ലാവർക്കും അറിയാം, പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമായ ശരീരത്തിനുള്ളിലേക്ക് പഞ്ചമായിട്ടുള്ള അതിലേക്ക് പഞ്ചത്തിലേക്ക് ഹി നിശ്ചയമായും അജോഹവിത്ത് അതിനെ സംയോജിപ്പിച്ചു, അതിനെ പൂർണ്ണമായും സംയോജിപ്പിച്ചു എന്ന് വരും. അപ്പൊ അവിടെ യുധിഷ്ഠിരൻ രാജ്യം കൈമാറിക്കഴിഞ്ഞു. ആർക്കൊക്കെ കൊടുത്തു? ഒരു ഭാഗം വറ്റന് കൊടുത്തു, ഒരു ഭാഗം മഹാരാജാവിനും കൊടുത്തു കഴിഞ്ഞു. മറ്റൊന്നും ചിന്തിക്കാതെ ഭക്തിയുത സേവനം ചെയ്യാൻ നമുക്ക് കഴിയണം. നമ്മുടെ സമ്പത്തിനെ കുറിച്ച്, സമ്പത്ത് ഉണ്ടായിക്കോട്ടെ, എല്ലാം ഉണ്ടായിക്കോട്ടെ, മക്കളും ഉണ്ടായിക്കോട്ടെ, സമ്പത്തും ഉണ്ടായിക്കോട്ടെ, പിന്നെ പാർട്ട്നേഴ്സും ഉണ്ടായിക്കോട്ടെ, എല്ലാവരും ഉണ്ടായിക്കോട്ടെ. പക്ഷെ അതിനുവേണ്ടി ചെയ്യാവുന്നതൊക്കെ നമ്മൾ ചെയ്തോളൂ. പക്ഷേ ഒരു കാര്യം, അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കാതെ ഭക്തിയുത സേവനം ചെയ്യാൻ നമുക്ക് കഴിയണം. അതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള. നമ്മൾ ഭക്തിയുത സേവനം ചെയ്യുമ്പോൾ നമ്മൾക്ക് ചെയ്യേണ്ട നമ്മുടെ കർത്തവ്യങ്ങൾ ഇതിനോടൊപ്പം പൊയ്ക്കോട്ടെ, പക്ഷേ ഇത് നമുക്ക് കഴിഞ്ഞിരിക്കണം എന്നുള്ളതാണ്. എപ്പോഴും എൻ്റെ മഹാരാജ് പറയുമായിരുന്നു, നമ്മൾ ആ ഭൗതിക കാര്യങ്ങൾ നമ്മളെ ഉഴപ്പുകയും ആ കാര്യങ്ങൾ ഒന്നും ചെയ്യാതെയും ഇങ്ങനെ നടക്കുന്ന ഒരുവൻ, അവന്റെ മനസ്സ് ഒരിക്കലും എന്തിലേക്ക് വരില്ല, ശരിക്കുള്ള ആത്മീയകാര്യങ്ങൾ ചെയ്യാൻ കഴിയില്ല. കാരണം അത് ഒട്ടും അത് നടന്നില്ലല്ലോ, ഇത് നടന്നില്ലല്ലോ എന്നുള്ള ചിന്താഗതി നമ്മുടെ മനസ്സിലുണ്ടാകുമ്പോൾ നമുക്ക് എന്ത് പറ്റും? നമ്മുടെ മനസ്സ് ഭഗവാന്റെ നകന്നു പോകും. പക്ഷേ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട രീതിയിൽ വേണ്ട സമയത്ത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുവാണ്. അതിൽ നല്ല സ്പീഡപ്പായിട്ട് ചെയ്യണം. ചെയ്യേണ്ട കാര്യങ്ങൾ വേണ്ട വിധത്തിൽ ചെയ്യുകയും ചെയ്യണം. അപ്പൊ അതിൽ വിജയം കണ്ടെത്തുമ്പോൾ നമുക്ക് മറ്റേ കാര്യങ്ങൾ, ഭഗവാനെ കുറിച്ചുള്ള ചിന്ത എങ്ങോട്ടും പോയില്ല. ഇതെല്ലാം ഒരു സൈഡിൽ നടക്കുന്നുണ്ട്. ആ നടക്കുന്നത് നടന്നോട്ടെ. പക്ഷെ ഈ യുധിഷ്ഠിരന്റെ സ്ഥാനം എത്തുമ്പോഴേക്ക് അതിന് ഒരു പ്രാധാന്യവും ഇല്ല. അതിനെ വലിച്ചെറിഞ്ഞു കഴിഞ്ഞു. അതിനെ പ്രാധാന്യമില്ലാത്ത സ്റ്റേജിലേക്ക് എത്തിക്കഴിഞ്ഞു എന്ന് നമ്മളിവിടെ കാണുകയാണ്. അപ്പൊ അതിന്റെ വിവർത്തനം നമുക്ക് നോക്കാം. ട്രാൻസ്ലേഷൻ പർപ്പട്ട് ശ്രീ ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദി കി ജയ്, ഗുരുദേവ് കി ജയ്. എന്നിട്ട് അദ്ദേഹം സർവ്വ ഇന്ദ്രിയങ്ങളെയും മനസ്സിലാവാഹിച്ച്, മനസ്സിനെ പ്രാണനിലും ജീവനെ ശ്വാസത്തിലും ആവാഹിച്ച് മുഴുവൻ അസ്തിത്വത്തെയും 5 മൂലഘടകങ്ങളിലും മൂർത്തമാക്കി ശരീരത്തെ മൃത്യുവിന് സമർപ്പിച്ചു. അനന്തരം പരിശുദ്ധ ആത്മാവായി ഭൗതിക ജീവിതത്തിൽ നിന്നും സ്വതന്ത്രനായി തീർന്നു എന്നാണ് പറഞ്ഞത്. ഹരേ കൃഷ്ണ. അപ്പൊ അത് ശ്ലോകം വായിച്ചോളൂ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. വാചം ദുഹാവ മനസി തത്പ്രണായിതരീചതം മൃത്യാവാപാനം സോത്സർഗം തം പഞ്ചത്വേ. ഹരേ കൃഷ്ണ. ഇത് മതി. ഹരേ കൃഷ്ണ കഴിഞ്ഞല്ലോ. വാചം യുവാഹ മനസി തത്പ്രാണയിതരീചതം മൃത്യാവപാനം സോത്സർഗം തം പഞ്ചത്വേ ഹ്യജോഹവിത്. അത്രയേ ഉള്ളൂ. ഹരേ കൃഷ്ണ. ഒരാളൂടെ വായിച്ചോളൂ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. വാചം ജുഹാവ മനസി തത്പ്രാണൈതരേ ച തം മൃത്യാവപാനം സോത്സർഗം തം പഞ്ചത്വേ ഹി അജോഹവിത്. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അപ്പൊ അവിടെ വാചം എന്നല്ല, വാക്കുകളെ വീക്ഷിച്ചു. അദ്ദേഹം സംസാരിച്ചുകൊണ്ടിരുന്ന കാരണം നമുക്കറിയാം, ഒരു രാജാവാണ്. രാജാവ് മാത്രമല്ല, ചക്രവർത്തിയാണ്. ലോകത്തിന്റെ മുഴുവൻ ചക്രവർത്തിയായിരുന്നു. അപ്പൊ എന്തെല്ലാം കാര്യങ്ങൾ അദ്ദേഹത്തിന് അതിൽ കൂടിയെല്ലാം കടന്നു പോകണം, എന്തെല്ലാം കാര്യങ്ങൾ സംസാരിക്കേണ്ടതായിട്ട് വരും. ആ ശിക്ഷ കൊടുക്കേണ്ടടുത്ത് ശിക്ഷ കൊടുക്കണം, രക്ഷിക്കേണ്ടടുത്ത് രക്ഷിക്കണം, പറയേണ്ടടുത്ത് പറയണം. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം എന്ത് ചെയ്തു? ആ വാക്കുകളെ വാചം ജുഹാഹ ഉപേക്ഷിച്ചു. അപ്പം വാചം ജുഹാവ, പിന്നെയോ മനസി തത്പ്രാണേ എന്ന് വെച്ചാൽ എന്താണ്? ജീവവായുവിനെ മനസ്സിലേക്ക് കൊണ്ടുവന്നു, ആവാഹിച്ചു. മനസി തത്പ്രാണ ഇതരേ, മനസി തത്പ്രാണേ ഇതരേച്ച. പിന്നെയും മനസ്സിനെ മാത്രമല്ല കൊണ്ടുവന്ന്, ഇതരേച്ച എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങളെ കൂടി കൊണ്ടുവന്നു. അത് അതിനുള്ളിലേക്ക്. പിന്നെ മൃത്യാവപാനം സോത്സർഗം, മൃത്യു അപപാനം. അപാനം മൃത്യു എന്ന് വെച്ചാൽ മൃത്യുവിലേക്ക്, അപാനം ശ്വാസത്തെ, ഉത്സർഗം
എന്ന് വെച്ചാൽ നല്ല സമർപ്പിക്കാനുള്ള ബുദ്ധിയോടുകൂടി. പിന്നെ എങ്ങനെയാണ് ചെയ്തത്? പഞ്ചഭൂതങ്ങളാൽ പഞ്ചത്വേ, അങ്ങനെ പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമായിരിക്കുന്ന ഈ ശരീരത്തിനുള്ളിലൊക്കെ അങ്ങനെയുള്ള ആ ശരീരത്തിലുള്ള എല്ലാ കാര്യങ്ങളെയും നിശ്ചയമായും വിട്ടുകളഞ്ഞിട്ട് അതിനെയെല്ലാം സംയോജിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. കാരണം നമ്മള് എങ്ങനെയാണ് സൃഷ്ടി നടക്കുന്നത്, ആ സൃഷ്ടി നടക്കുന്നതിന്റെ ഓപ്പോസിറ്റ് മാർഗത്തിലേക്ക് ഇവിടെ അദ്ദേഹം യുധിഷ്ഠിരൻ തന്റെ മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും പ്രധാന മഹത്വത്വം ഇതിലേക്കൊക്കെ ലയിക്കാനുള്ള ആ ഒരു ഭാവത്തിലേക്ക് അദ്ദേഹം എത്തിച്ചേർന്നു. ഭൗതികമായതിനെ എല്ലാം വിട്ടിട്ട് എവിടെ പോകണം അദ്ദേഹത്തിന്? ഭൗതികമായതിനെ എല്ലാം ഉപേക്ഷിച്ചിട്ട് വേണമായിരുന്നു അദ്ദേഹത്തിന് തിരിച്ചു പോകാൻ. അപ്പൊ അമാൽഗമേറ്റ് എല്ലാ സെൻസ് ഓർഗൻസിനെയും അതിനെയെല്ലാം മൈൻഡിലേക്ക് കൊണ്ടുവന്നു. മൈൻഡിനെ ജീവശ്വാസത്തിലേക്ക് കൊണ്ടുവന്നു, ജീവശ്വാസത്തെ ശ്വസനത്തിലേക്കാക്കി. അങ്ങനെ ആ ഒരു എല്ലാ എലിമെന്റ്സിന്റെയും ടോട്ടൽ എക്സിസ്റ്റൻസിനെ അദ്ദേഹം സംയോജിപ്പിച്ചിട്ട് ആ ബോഡിയെ എന്ത് ചെയ്തു? ഉപേക്ഷിക്കാൻ തയ്യാറായി, ശരീരത്തെ ഉപേക്ഷിക്കാൻ തയ്യാറായി. അങ്ങനെ ഒരു പ്യുവർ സെൽഫായിട്ട്. അപ്പൊ ഇതെല്ലാം ഉപേക്ഷിച്ചതിന് ശേഷം എല്ലാ മെറ്റീരിയൽ കൺസെപ്ഷൻ ഓഫ് ലൈഫിൽ നിന്നും അദ്ദേഹം ഫ്രീ ആകാൻ തയ്യാറാകുന്നു എന്നാണ് നമ്മളിവിടെ കാണേണ്ടത്. അപ്പൊ അത് എങ്ങനെയാണ് എന്നുള്ളതാണ് നമ്മളെല്ലാം പഠിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ് നമ്മുടെ ഈ ഭൗതിക ശരീരം ഉണ്ടാക്കാനുള്ള എലിമെന്റ്സ് എന്തൊക്കെയായിരുന്നു? ആർക്കെങ്കിലും പറയാമോ? ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. പഞ്ചേന്ദ്രിയങ്ങൾ, 5 കർമ്മേന്ദ്രിയങ്ങൾ, കർമ്മേന്ദ്രിയങ്ങൾ, ജ്ഞാനേന്ദ്രിയങ്ങൾ. പഞ്ചേന്ദ്രിയം എന്ന് പറയുന്നത് തന്നെ ജ്ഞാനേന്ദ്രിയമാണ് മാതാജി. ജ്ഞാനേന്ദ്രിയ, മനസ്സ്, ബുദ്ധി, അഹങ്കാരം. മനസ്സ്, ബുദ്ധി, അഹങ്കാരം. പിന്നെ ഉണ്ടല്ലോ 5 മഹാഭൂതങ്ങൾ. ഒന്നാമതായിട്ട് നമ്മൾ പറയേണ്ടത് 5 മഹാഭൂതങ്ങൾ എന്തൊക്കെയാ? അതെ, തേജോ വായു ആകാശം. ആകാശം, ഭൂമി, വായു, അങ്ങനെ തുടങ്ങുന്ന 5 മഹാഭൂതങ്ങള്. പിന്നെ 5 അതായത് പറഞ്ഞ ജ്ഞാനേന്ദ്രിയങ്ങളെ, 5 കർമ്മേന്ദ്രിയങ്ങളെ. അപ്പൊ 15 ആയുള്ളൂ. പിന്നെ എന്താണ്? 5 വിഷയങ്ങള്. ഈ ജ്ഞാനേന്ദ്രിയങ്ങൾ കൊണ്ടുവരുന്ന 5 വിഷയങ്ങൾ 20ആയി. പിന്നെ മനസ്സും ബുദ്ധി, അഹങ്കാരം, ഇത് 3ഉം കൂടെ മനസ്സും ബുദ്ധിയും കൂടെ ഒന്നിച്ചെടുത്താൽ 22 ആകും എന്ന് പറയും. മനസ്സ്, ബുദ്ധി, അഹങ്കാരം 23ആയി. പിന്നെന്താണ്? പിന്നെയും ഉണ്ട്. എന്താണ്? അപ്പൊ മനസ്സായി, ബുദ്ധിയായി. ബുദ്ധിയെ നമ്മൾ പോൾസീഗമായിട്ടും എടുക്കാം. ചിത്തവും പോൾസീഗവും ഒന്നിച്ചായി. പിന്നെ 23ആയപ്പോ എന്തായി? ഇല്ല പ്രഭു, പ്രധാനയിലാണ് ഇതെല്ലാം വരുന്നത് പ്രഭു. ഇതെല്ലാം കാലമാണ് മാതാജി. കാലം 24. പിന്നെ ഒന്നുകൊണ്ടുണ്ട്, കണ്ടാമിനേറ്റഡ് കോൺഷ്യസ്നെസ് അല്ലെ? അപ്പൊ അവബോധം അങ്ങനെ 25 എണ്ണമായി. അപ്പം മഹാഭൂതങ്ങള്, പഞ്ചേന്ദ്രിയങ്ങള്, കർമ്മേന്ദ്രിയങ്ങള്, പിന്നെ അതിന്റെ വിഷയങ്ങള്, ജ്ഞാനേന്ദ്രിയങ്ങളുടെ വിഷയങ്ങള്, പിന്നെ എന്താണ്? മനസ്സ്, ബുദ്ധി, അഹങ്കാരം, പിന്നെ കോൺഷ്യസ്നെസ്. ഹരേ കൃഷ്ണ പ്രഭുജി, മ്യൂട്ട് ചെയ്യൂ പ്രഭുജി. ഹരേ കൃഷ്ണ. അങ്ങനെ 25 എണ്ണം. അപ്പം ആദ്യം പ്രധാന എന്ന് പറയുന്നു. എല്ലാ ഭൗതിക സൃഷ്ടിക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ഘടകങ്ങളെയും കൂടെ ചേർത്ത് അതിനെയാണ് പ്രധാന എന്ന് പറയുന്നത്. ആ പ്രധാനയെ പിന്നീട് അത് പ്രകൃതിയായി മാറുന്നു. ആ പ്രധാന എന്തിലേക്ക് വരുന്നു? പിന്നൊരു പേരിൽ വരും മഹത്തത്വ. പ്രധാനയും മഹത്തത്വമായിട്ട് ഉള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നത് ഒന്നുമില്ല, പ്രധാന തന്നെയാണ് മഹത്വത്വം. പക്ഷെ ഭഗവാന്റെ ടൈം എനർജി അതിനോടുകൂടി ചേരുന്നു, അത്രേ ഉള്ളൂ. ഇത് രണ്ടും തമ്മിൽ വ്യത്യാസമില്ല. ടൈം എനർജി വരുന്നതിന് മുമ്പേ തന്നെ പ്രധാന എന്ന് പറയും. അപ്പൊ ടൈം എനർജി ഇവിടെ ചേരുമ്പോൾ അപ്പം പ്രധാന മഹത്തത്വത്തിലേക്ക് എത്തുന്നു വിത്ത് ടൈം എനർജി ഓഫ് ദി. അത് കഴിഞ്ഞിട്ട് ഈ പ്രധാന ഈ ടൈം വരുമ്പോഴത്തേക്ക് അജിറ്റേറ്റഡ് ആയി തീരുമ്പോഴേ ആ മഹത്തത്വമാണ് ഈ സൃഷ്ടിക്ക് ആവശ്യമായ ഘടകങ്ങളെല്ലാം ഉണ്ടാക്കുന്നത്. അപ്പൊ ആദ്യമേ കോൺഷ്യസ്നെസ് വേണം. മഹത്തത്വത്തിൽ കോൺഷ്യസ്നെസ്സിനെ ക്രിയേറ്റ് ചെയ്യുന്നു. അപ്പൊ ആ കോൺഷ്യസ്നെസ്, അവബോധം ഉണ്ടെങ്കിലേ നമുക്ക് എല്ലാ ജീവജാലങ്ങളിലേക്കും ആ അവബോധത്തെ കടത്തിവിടേണ്ടി വരുന്നു. അപ്പൊ ഇത്രയും കാര്യങ്ങൾ കൊണ്ടാണ് സൃഷ്ടി നടക്കുന്നത്.
അപ്പൊ ഈ സൃഷ്ടി നടക്കുമ്പോഴേ അപ്പൊ ശുദ്ധ നമ്മളൊരു പേര് പറഞ്ഞു അതിനെ. ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? ഞാൻ ക്ലാസ്സിൽ പറഞ്ഞതാണ്. ഭഗവാനെ കുറിച്ച് പറഞ്ഞതാണ്. എന്താണ് ആ ഭഗവാന്റെ അവസ്ഥയാണ് ഡാഷ് എന്ന് പറയുന്നതെന്ന് പറഞ്ഞു. ഓർമ്മയുണ്ടോ? ഭഗവാന്റെ പ്രധാനപ്പെട്ട അവസ്ഥയെ നമ്മൾ എന്തു പറയും? ശുദ്ധ സത്വ അല്ലെങ്കിൽ വാസുദേവ തത്വ എന്ന് പറയുന്നു. നമ്മൾ ഭഗവാനെ കുറിച്ച് പഠിച്ച ഭഗവാന്റെ ജന്മത്തെ കുറിച്ചൊക്കെ പറഞ്ഞതാണ് വസുദേവ തത്വം. അതാണ് ശുദ്ധ സത്വം എന്ന് പറയുന്നത്. അപ്പൊ ഇതിനകത്ത് ആ ശുദ്ധ സത്വത്തിൽ എത്തിച്ചേരിയത് കോൺഷ്യസ്നസ്, അവബോധം. ആ അവബോധം കൂടി ഇതിലേക്ക് വന്നെങ്കിൽ മാത്രമേ സൃഷ്ടി ശരിയാകുകയുള്ളൂ. അപ്പൊ ഈ കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത് ശുദ്ധസത്വമാണ്, വാസുദേവ തത്വമാണ്. അപ്പൊ ഇതെല്ലാം ഇതിനകത്ത് വരുന്നു. അപ്പം അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹം സൃഷ്ടിച്ചു കഴിഞ്ഞ എന്നെ തന്നെ ഞാൻ തിരിച്ചു കൊണ്ടുപോവുകയാണ്. ആ യുധിഷ്ഠിരനെ തന്നെ തിരിച്ച് കൊണ്ടുപോകുന്ന ഒരു രീതിയിലേക്ക് ഇടുക. സർവ ഇന്ദ്രിയങ്ങളെയും, അപ്പൊ ഇന്ദ്രിയങ്ങളെല്ലാം ഉണ്ടല്ലോ, ഇന്ദ്രിയങ്ങളെയും എന്ത് ചെയ്തു? മനസ്സിൽ അതിനെ ആവാഹിച്ചു, മനസ്സിനെ പ്രാണനിലേക്ക് എത്തിച്ചു, ഇനി ജീവനെ ശ്വാസത്തിലേക്ക് എത്തിച്ചു. അതിനെ അങ്ങനെ മുഴുവൻ അസ്തിത്വത്തെയും 5 മൂലഘടകങ്ങളിലും മൂർത്തമാക്കി. അതിൽ വരുന്നത് എവിടുന്നാണ്? പഞ്ചഭൂതങ്ങള്. അതിലേക്ക് മൂർത്തമാക്കി ശരീരത്തെ മൃത്യുവിന് സമർപ്പിച്ചു. ശരീരം അങ്ങ് പൊയ്ക്കോട്ടെ, മനസ്സുകൊണ്ടാണ് ഇതെല്ലാം ഇപ്പൊ ചെയ്യുന്നത്. ശരീരം മൃത്യുവിനെ സമർപ്പിച്ചു. അനന്തരം അദ്ദേഹം ആ ശരീരത്തെക്കുറിച്ചുള്ള ചിന്തയില്ല, പരിശുദ്ധ ആത്മാവായി ഭൗതിക ജീവിതത്തിൽ നിന്നും സ്വതന്ത്രനായി തീർന്നു. അപ്പൊ നമ്മൾ ആദ്യമേ ഓർക്കേണ്ടത് എങ്ങനെയാണ് സൃഷ്ടി നടന്നത്. സൃഷ്ടിയിൽ പ്രധാന മഹത്വത്വമായി മാറി. സൃഷ്ടിക്കകത്ത് എന്തെല്ലാം കാര്യങ്ങൾ ഉണ്ടായി, എന്താണ് ഈ മഹത്വത്വം, ആ മഹത്തത്വത്തിൽ നിന്നുള്ള വസ്തുക്കൾ അതിനെ തിരിച്ച് അതിൽ നിന്ന് പ്രകടമായ നമ്മള് തിരിച്ചു പോകുന്നത് അതേ രീതിയിൽ തന്നെ, ഇങ്ങോട്ട് വന്ന രീതിയിൽ തന്നെ തിരിച്ച് അങ്ങോട്ട് പോകുന്നു എന്നുള്ളതാണ് അവിടെ നമ്മൾ കാണേണ്ടത്. അപ്പം തൻ്റെ ഭ്രാതാവിനെ പോലെ തന്നെ മനസ്സിനെ ഏകത്ര കേന്ദ്രീകരിക്കാൻ അദ്ദേഹം ആഗ്രഹിച്ചു. എന്നുവെച്ചാൽ മനസ്സിനെ കേന്ദ്രീകരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? മനസ്സിനെ സ്വയം ശുദ്ധമാക്കി മാറ്റാൻ അദ്ദേഹം. അപ്പം എന്തൊക്കെ ചെയ്തു ഇവിടെ? ഒന്ന് പറഞ്ഞു നോക്കിക്കേ. ഇന്ദ്രിയങ്ങളെ എവിടെ കൊണ്ട് ആവാഹിച്ചു വെച്ചു? മനസ്സിലാവാഹിച്ചു. മനസ്സിനെ പ്രാണനെ ശ്വാസത്തിൽ, പ്രാണൻ അല്ലെങ്കിൽ ജീവനെ ശ്വാസനത്തിൽ. ശ്വാസം എന്ന് പറഞ്ഞാൽ അപാനം എന്നൊക്കെ പറയുന്ന അത്. അപ്പം ഇന്ദ്രിയങ്ങളെ മനസ്സിലാവാഹിച്ചു, അതിനെ മനസ്സോടുകൂടി യോജിപ്പിച്ചു, പിന്നെ പ്രാണനെ, പിന്നെ എന്തൊക്കെയാണ്? ജീവന് ശ്വാസം. ഇത്രയും കാര്യങ്ങളെ തിരിച്ചു കൊണ്ടുപോകാൻ അദ്ദേഹം തയ്യാറായി. പിന്നെ ഭൗതിക ബന്ധനത്തിൽ നിന്നും സ്വതന്ത്രനായി മാറി. അപ്പൊ ഇത്രയും പോയപ്പോഴത്തേക്ക് മനസ്സിനെ എടുത്തു കഴിഞ്ഞു, ഇന്ദ്രിയങ്ങളെയും എടുത്തു കഴിഞ്ഞു, ശ്വാസത്തിലേക്ക് വന്നു കഴിഞ്ഞു, ജീവനെ തന്നെ ആ ശ്വാസത്തിൽ ആവാഹിച്ചു. അപ്പോഴത്തേക്ക് അദ്ദേഹം എന്തായി മാറി? ആ ഭൗതിക ബന്ധനമൊന്നും ഇല്ലാതെയായി, അതിൽ നിന്ന് സ്വതന്ത്രനായി മാറി. എല്ലാ ഇന്ദ്രിയങ്ങളെയും അവിടെ കേന്ദ്രീകരിച്ചു കഴിഞ്ഞു. പിന്നെന്താണ്? അവയെ മനസ്സിനോട് സംയോജിപ്പിച്ചു കഴിഞ്ഞു. മനസ്സിനെ ഭഗവാന്റെ അതീന്ദ്രിയ സേവനത്തിലേക്ക് മാത്രം തിരിച്ചു. അപ്പൊ നമ്മള് അതുകൊണ്ടാണ് പറഞ്ഞ ഒരു സ്റ്റേജ് കഴിയുമ്പോൾ നമ്മൾ ആ സ്റ്റേജിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിനെ അത്രമാത്രം ഇതിലേക്ക് കൊണ്ടുവരണം. അപ്പം ഭഗവാന്റെ മനസ്സിനെ ഭഗവാന്റെ ഡിവോഷണൽ സർവീസിലേക്ക്, നമ്മളിപ്പോ എപ്പോഴും കേൾക്കുന്ന ഒരു വാക്കാണ് ഭക്തിയുത സേവനം. ആ ഭക്തിയുത സേവനത്തിലേക്ക് തിരിച്ചു. അപ്പം ഭഗവാനിലേക്ക് പോകുന്നതിനാൽ മനസ്സിന്റെ ഭൗതിക പ്രവർത്തനം ഭഗവാന്റെ അതീന്ദ്രിയ പ്രവർത്തനത്തിലേക്കാക്കി മാറ്റി. എനിക്ക് പോകേണ്ടത്, എനിക്കൊരു ലക്ഷ്യമുണ്ട്. അപ്പം ആ ഭഗവത് സന്നിധിയിലേക്കാണ് എനിക്ക് പോകണം. ഞാൻ അവിടെ നിന്നാണ് ഇങ്ങോട്ട് വന്നത്. ഭഗവാന് വേണ്ടി, ഭഗവാന്റെ ഇച്ഛയ്ക്കനുസരിച്ച് ഞാൻ ഇവിടെ വന്നു. അവിടെ ഭഗവാൻ പോയി, ഇനി എനിക്ക് തിരിച്ചു പോകണം. ആ ചിന്ത മാത്രമേ ഉണ്ടായുള്ളൂ. അപ്പൊ മനസ്സിൽ ഭഗവാനിലേക്ക് പോകുന്നതിനാൽ മനസ്സിന്റെ ഭൗതിക പ്രവർത്തനം ഭഗവാന്റെ ആതീന്ദ്രിയ പ്രവർത്തനത്തിലേക്കാക്കി മാറ്റി. നമ്മൾ മനസ്സുകൊണ്ട് എന്തെല്ലാം ആഗ്രഹിക്കുന്നു, ഭൗതികമായ വസ്തുക്കളിലേക്ക്, നമ്മുടെ കുടുംബത്തിലേക്ക്, നമ്മുടെ മക്കളെ, നമ്മുടെ വീട്, നമ്മുടെ സമ്പത്ത്, ഇതിനെ, നമ്മുടെ ബാങ്ക് ബാലൻസ്, അപ്പൊ അതൊക്കെ ഓർക്കുന്ന ആ ഒരു രീതിയിൽ നിന്ന് ആ മനസ്സിനെ എവിടേക്ക് എടുത്തു മാറ്റി? മൊത്തം ഭഗവാന്റെ ഭഗവാന്റെ ഡിവോഷണൽ സർവീസിലേക്ക് എടുത്തു മാറ്റി. അപ്പൊ പക്ഷേ
മാറ്റി. നമുക്കറിയാം നമ്മളെ മെറ്റീരിയൽ ആക്ടിവിറ്റീസിലാണ് നമ്മളെ എന്ത് ചെയ്യുന്നത്. നമ്മുടെ മനസ്സ് അങ്ങനെയാണ്. മെറ്റീരിയൽ ആക്ടിവിറ്റീസിൽ നമ്മൾ എപ്പോഴും ഏർപ്പെട്ടുകൊണ്ടിരിക്കും. അപ്പം ഇവിടെ ഭഗവാന്റെ അടുത്തേക്ക് പോകുവാൻ യാതൊരു മെറ്റീരിയൽ ആക്ടിവിറ്റീസും നമുക്ക് വേണ്ട എന്നുള്ളതാണ്. നമ്മൾ നേരത്തെയൊക്കെ ഡിവോഷണൽ സർവീസ് ചെയ്ത് നമുക്ക് അതിലേക്ക് പോകാനുള്ള സജ്ജമായി നമ്മൾ തീരണം. അതിലേക്ക് അങ്ങനെ ഒരുങ്ങിയിരിക്കുമ്പോൾ പോകാൻ കഴിഞ്ഞാൽ, അതിനുള്ള സാഹചര്യം നമ്മൾ ഒപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ മെറ്റീരിയൽ ആക്ടിവിറ്റീസിന്റെ ആവശ്യമില്ല. നമ്മളെ പൂന്താനത്തെ കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ടല്ലേ? എന്തെല്ലാം കാര്യം വിഷമങ്ങൾ വന്നിട്ടും അദ്ദേഹത്തിന് മനസ്സൊട്ട് കുഞ്ഞ്, ഒരേ ഒരു കുഞ്ഞുണ്ടായിരുന്നു. ആ കുഞ്ഞിന് എന്തുപറ്റി? ശ്വാസം മുട്ടി മരിച്ചുപോയി. എന്നിട്ട് പോലും അദ്ദേഹം അതേക്കുറിച്ച് ചിന്തിച്ചില്ല. അദ്ദേഹത്തിന്റെ മനസ്സതിലൊന്നും കുടുങ്ങിയില്ല. ആരെല്ലാം എന്തെല്ലാം പറഞ്ഞിട്ടും അദ്ദേഹത്തിന്റെ മനസ്സിലേക്ക് തിരിഞ്ഞില്ല. അങ്ങനെ ചില ആൾക്കാരുണ്ട്, എന്തെല്ലാം സംഭവിച്ചാലും യാതൊരു രീതിയിലും അവരുടെ മനസ്സിനെ അവരിങ്ങോട്ട് വിടത്തില്ല. അങ്ങനെ അത് എനിക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യമാണ്. അപ്പൊ മെറ്റീരിയൽ ആക്ടിവിറ്റീസിന്റെ ആവശ്യമേ അവിടെ ഇല്ല. മനസ്സിന്റെ പ്രവർത്തനം നമുക്ക് നിർത്താൻ പറ്റില്ല എന്ന് നമുക്ക് എല്ലാം അറിയാം. നമ്മൾ ഭഗവത്ഗീതയിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ? മനസ്സിനെ പിടിച്ചു നിർത്താൻ, കാറ്റിനെ വേണമെങ്കിൽ എനിക്ക് പിടിച്ചു നിർത്താമെന്ന് അർജുനൻ പറയുന്നു. പക്ഷേ മനസ്സിനെ പിടിച്ചു നിർത്താൻ എനിക്ക് കഴിയുകയില്ല എന്ന് അർജുനൻ ഭഗവാനോട് പറയുന്നു. അതിന് ഭഗവാൻ പറയുന്നുണ്ട്, നിരന്തരമായ പ്രവർത്തനം അതിന് ആവശ്യമാണ് അല്ലെ? മനസ്സിനെ അങ്ങനെ പിടിച്ചു നിർത്താനായിട്ട്. അങ്ങനെ മനസ്സിന്റെ പ്രവർത്തനം നിർത്താനാവില്ല. അപ്പൊ അതിന് യോഗ്യമായ ആക്ടിവിറ്റീസ് എടുത്തിട്ട്, അതിന് സഹായിക്കുന്ന ആക്ടിവിറ്റീസ് എടുത്തിട്ട് ജനിമൃതികളുടെ അവരുടെ മനസ്സിനെ ഭൗതികതയിൽ നിന്ന് ഡിവോഷണൽ സർവീസിലേക്ക് കൊണ്ടുവരണം. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ മനസ്സിനെ മാറ്റിയെടുക്കാൻ ശ്രമിക്കണം. മനസ്സിനെ അങ്ങനെ ആ ഭൗതികമായിട്ടുള്ളതിൽ നിന്ന് എങ്ങനെങ്കിലും തിരിക്കാൻ നമുക്ക് കഴിയണം. അങ്ങനെ തിരിച്ചിട്ട് അതിനെ ഭഗവാനിലേക്ക് കൊണ്ടുവരാൻ നമ്മൾ നോക്കണം. നമ്മൾ അപ്പോഴും പൈസയെ കുറിച്ച് ചിന്തിക്കത്തുള്ളൂ അല്ലെ? അപ്പൊ നമുക്കത് അതിൽ നിന്നാൽ നമ്മൾ ഒരിക്കലും രക്ഷപ്പെടുകയില്ല. അവിടെ നിന്ന് മാറ്റാൻ നമ്മൾ നോക്കണം. മനസ്സിനെ ഭൗതികതയിൽ നിന്ന് പിടിച്ചെടുത്തിട്ട്, തട്ടിപ്പറിച്ചെടുത്തിട്ട് ഡിവോഷണൽ സർവീസിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത്. മനസ്സിന്റെ ഭൗതിക ചായ്വിനെ മാറ്റിയെടുക്കുക. അങ്ങനെ മാറ്റിയതിനു ശേഷം ജനിമൃതികളുടെ മാലിന്യങ്ങളിൽ നിന്ന് മനസ്സിനെ സ്വതന്ത്രമാക്കാൻ നമുക്ക് കഴിയണം. വീണ്ടും വീണ്ടും ജനിച്ചും മരിച്ചു മുതകപ്പോളം അഘോല ജനാന്ത്യേന നിത്യഗതി ത്വൽഭക്തി വർദ്ധനം ഉദിക്കേണം എൻ മനസ്സി നിത്യം തൊഴായി വരിക നാരായണായ നമ എന്നൊക്കെ നമ്മൾ രാവിലെ പറയത്തില്ലേ? അങ്ങനെ ആ ഒരു പറച്ചിലൊക്കെ ഉണ്ട് എല്ലാവർക്കും. പക്ഷേ ഇത് വല്ലോ ആരെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടാണ് പറയുന്നത്? പാട്ട് നമ്മൾ പറയുന്നു, പക്ഷേ നമുക്ക് ഇഷ്ടമാണോ നമ്മുടെ സമ്പത്തിട്ടിട്ട് പോകാന്? നമുക്ക് പോയേ പറ്റൂ എന്നൊരു ഗതി വന്നെങ്കിലേ നമ്മൾ അതിന് തയ്യാറാവുകയുള്ളൂ. അപ്പൊ അങ്ങനെ മനസ്സിനെ സ്വതന്ത്രമാക്കുക, അങ്ങനെ ആത്മീയ ജീവിതത്തിൽ എത്തുക. പിന്നെ ഭഗവാനുള്ള സേവനത്തിൽ അങ്ങനെ പ്യൂരിഫൈഡ് ആയി നമ്മൾ തീർന്നു കഴിഞ്ഞാൽ, അപ്പം മരണത്തിന് ശേഷം, മരണസമയത്തിന് ശേഷം നമ്മൾ മരണസമയത്താണ് അടുത്ത ജീവനെ തിരഞ്ഞെടുക്കുന്നത്. ഇത്രയും കാലം ഒന്നാം ക്ലാസ്, പണ്ടൊക്കെ 10ാം ക്ലാസ്സിലെ പരീക്ഷ എന്ന് പറഞ്ഞ് 8, 9, 10 ക്ലാസ്സിലെ ഒന്നിച്ചാണ് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് അല്ലെ? അപ്പൊ അങ്ങനെ ആ കാലഘട്ടത്തിൽ അങ്ങനെ ആയിരുന്നു. നമ്മൾ 8ൽ നിന്ന് ഇത്ര ശതമാനം വരും, 9ൽ നിന്ന് ഇത്ര ശതമാനം വരും, 10ൽ നിന്ന് ഇത്ര ശതമാനം. അപ്പൊ ആ 3 വർഷത്തെ കാര്യങ്ങൾ ഒന്നിച്ച് നമ്മൾ 10ലേക്ക് എഴുതേണ്ടി വരുമായിരുന്നു. അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇപ്പൊ നമ്മൾ 1ാം ക്ലാസ്സിൽ തൊട്ട് പഠിച്ച, എന്നുവെച്ചാൽ അത് മാത്രം പോരാ, അക്ഷരം പഠിക്കുന്ന 1ാം ക്ലാസ്സിൽ തൊട്ട് തുടങ്ങിയാണ്. ആൽഫബറ്റ്സ് പഠിക്കുന്നു, അല്ലെങ്കിൽ എന്താണ് അക്ഷരങ്ങളും ആ ഒരു ഇതെല്ലാം പഠിച്ചെടുത്തത് വേണം നമ്മൾ 10ാം ക്ലാസ്സിൽ പാസ്സാകാൻ, 10ാം ക്ലാസ്സിൽ എഴുതിയെടുക്കാൻ. അപ്പം ജന്മത്തിൽ ആദ്യം തൊട്ടേ തുടങ്ങി കൊണ്ടുവന്ന കാര്യങ്ങളെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് അവസാനം പരീക്ഷ എന്ന് പറയുന്നത് നമ്മുടെ മരണസമയത്താണ്. ആ സമയത്ത് നമ്മളെ മറ്റൊരു ബോഡിയെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ പറഞ്ഞാൽ മതിയല്ലോ നമ്മൾ വിചാരിക്കുക. അതല്ല വേണ്ടത്. 1ാം ക്ലാസ്സിൽ തൊട്ടേ പഠിച്ചവർക്ക് മാത്രമേ എഴുതാനും കണക്കെഴുതാനും 1, 2, 3 എന്ന് പഠിച്ചെങ്കിലല്ലേ പറ്റുള്ളൂ മാർക്സ് ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ പഠിച്ചെങ്കിലല്ലേ എഴുതാൻ പറ്റുള്ളൂ. അങ്ങനെ അന്ന് തൊട്ടേ പഠിച്ച കാര്യങ്ങളെല്ലാം 10ാം ക്ലാസ്സിൽ കൊണ്ടുവരുന്നത് പോലെ ജീവിതത്തിന്റെ ഒരു ആദ്യ സ്റ്റേജിൽ തുടങ്ങിയ കാര്യങ്ങളെല്ലാം അന്ത്യസമയത്ത് നമ്മൾ ഉപയോഗിക്കേണ്ടതായിട്ട് വരും. അപ്പൊ അവിടെ മെറ്റീരിയൽ ആക്ടിവിറ്റീസ് അനുസരിച്ച് നമുക്ക് ഒരു പുതിയ ജീവിതം നമ്മൾ തന്നെ തിരഞ്ഞെടുക്കുന്നു. നമ്മുടെ പരീക്ഷയുടെ ഫലമാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്ന പുതിയ ജീവിതം എന്ന് പറയുന്നത്. ഇവിടെയാണെങ്കിൽ അങ്ങനെ ഒരു ഇത്രയും ചെയ്തവർക്ക്, ഭഗവാനുള്ള ഭക്തിയുത സേവനത്തിൽ മാത്രമായി മാറിയവർക്ക് പിന്നൊരു ഭൗതിക ശരീരം വേണ്ട, അതിനുള്ള ഒരു തിരച്ചിൽ വേണ്ട. അങ്ങനെ ഒരു പ്യുവർ സോൾ, അത്
തിരിച്ച് ഭഗവാന്റെ സന്നിധിയിലേക്ക് പോവുകയും ചെയ്യും. അവിടെ പിന്നെ ഒരു തിരച്ചിലിന്റെ ആവശ്യം ഇല്ല എന്നാണ് ഇവിടെ പറഞ്ഞത്. അതുപോലെയാണ് മഹാരാജാ യുധിഷ്ഠിരനെ എല്ലാ കാര്യങ്ങളും ചെയ്തു. അദ്ദേഹവും ഭൗതികതയിൽ നിന്നുകൊണ്ട് രാജാവായിരുന്നു അല്ലെ. അപ്പൊ ആ ഒരു രാജാവിന് ചെയ്യേണ്ട കാര്യം കഴിഞ്ഞ ദിവസം പറഞ്ഞു. എന്താണ് ചൈതന്യ മഹാപ്രഭു ഒരു രാജാവിന്റെ കർത്തവ്യത്തെ കുറിച്ച് അറിയാവുന്നത് കൊണ്ട് അദ്ദേഹത്തിന് എത്രമാത്രം പറഞ്ഞിട്ട് ഒരു രാജാവിനെ ശിഷ്യനാക്കാൻ രാജാവിനെ കാണാൻ പോലും തയ്യാറായില്ല എന്ന് പറഞ്ഞു. അപ്പൊ അതുപോലെ ഇവിടെ രാജാവിന് ഒരുപാട് കർത്തവ്യങ്ങൾ നിറവേറ്റാനുണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞു. അദ്ദേഹം തന്റെ മനസ്സിനെ മാറ്റി തിരിച്ചു കൊണ്ടുപോകുന്നു. അപ്പം ജനനത്തിലേക്ക് ഇന്ദ്രിയങ്ങളിലേക്ക് എങ്ങനെ വന്നു, മനസ്സെങ്ങനെ വന്നു, കോൺഷ്യസ്നെസ് എങ്ങനെ കിട്ടി, ആ ഒരു അവബോധത്തിൽ എത്തിച്ചേർന്നത് എങ്ങനെ നമ്മൾ ഇവിടെ വന്നു, അത് തന്നെ അതിനെ തിരിച്ചിട്ടു നൂർത്തിട്ടിട്ട് അതിനെ എങ്ങനെയാണോ മടക്കി വെക്കുന്നത്, അതുപോലെ സൃഷ്ടിയിലേക്ക് നമ്മൾ എത്തിച്ചേർന്നിട്ട് ആ സൃഷ്ടിയിൽ നിന്ന് നമ്മൾ തിരിച്ചു പോകാൻ തയ്യാറാകുന്നു. അതുപോലെ യുധിഷ്ഠിരൻ തിരിച്ചു പോകാൻ തയ്യാറായി എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പം ഭഗവാന്റെ അതീന്ദ്രിയ പ്രേമയുത സേവനത്തിലൂടെ മനസ്സ് പരിശുദ്ധമായി തീരുകയും ഭഗവാന്റെ പാതാരവിന്ദ സേവനത്തിൽ സദാ വ്യാപൃതമായിരിക്കുകയും ചെയ്യുന്ന പക്ഷം മരണാനന്തരം മനസ്സിന് മറ്റൊരു ഭൗതിക ശരീരം സൃഷ്ടിക്കേണ്ട ആവശ്യമില്ല. അപ്പം നമുക്ക് 10ാം ക്ലാസ്സിൽ പരീക്ഷ എഴുതുന്നില്ല എങ്കിൽ പിന്നെ മറ്റേതെല്ലാം ഓർത്തിരിക്കേണ്ട കാര്യമില്ല. അതുപോലെ ഇവിടെ എന്താണ് ആ ഒരു രീതി ഇനി ഒരു ജീവിതം വേണ്ട എന്നുണ്ടെങ്കിൽ, അതിന് തക്ക തയ്യാറെടുപ്പുണ്ടെങ്കിൽ ഇനിയും വേറൊരു ജീവിതം ആ അന്തിമ സമയത്ത് സൃഷ്ടിക്കേണ്ട ആവശ്യം വരുന്നില്ല. ഭൗതിക മാലിന്യങ്ങളിൽ ആമഗ്നമാകുന്നതിൽ നിന്നും മാനസിക പ്രവർത്തനങ്ങൾ സ്വതന്ത്രമായി തീരും. ഭഗവത്ധാമത്തിൽ മടങ്ങിച്ചെല്ലാൻ നിശ്ചയമായും പരിശുദ്ധാത്മാവിന് കഴിയും. നമുക്ക് തിരിച്ചു പോകണമെങ്കിൽ നമ്മുടെ മനസ്സിനെ പരിശുദ്ധമാക്കി മാറ്റണം എന്നുള്ളതാണ്. അപ്പൊ നമുക്കറിയാവുന്ന കാര്യമാണ്. ആ മഹത്തത്വത്തെ കുറിച്ചൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. മഹത്തത്വം എന്താണെന്ന് മനസ്സിലാക്കണം. എന്താണ്? സൃഷ്ടിതത്വങ്ങളെ കുറിച്ചും അവ സഫലമാകുന്നതിനുള്ള കാലത്തെക്കുറിച്ചും പൂർണ്ണാവബോധമുള്ള പരമപുരുഷന്റെ സമഗ്ര വിസ്തരണമാണ് മഹത്തത്വം എന്ന് പറയുന്നത്. അപ്പൊ മഹത്തത്വം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സൃഷ്ടിതത്വങ്ങളാണ് ഈ 25 പറഞ്ഞത് അല്ലെ. അതിനെക്കുറിച്ചും അവ സഫലമാക്കി തീർക്കുന്നതിനുള്ള കാലത്തെക്കുറിച്ചും അതിനെ കുറിച്ച് പൂർണ്ണ അവബോധം ഭഗവാന്റെ മാത്രമേ ഉള്ളൂ. ആ അവബോധമുള്ള പരമപുരുഷനായ ഭഗവാന്റെ സമഗ്രമായ വിസ്തരണമാണ് മഹത്തത്വം എന്ന് പറയുന്നത്. അങ്ങനെ മഹത്തത്വം മഹാകാരണസത്യം എന്നാണ് അതിൽ പറയുന്നത്. അത് മിഥ്യാഹങ്കാരമായി പരിമണിച്ചിട്ടാണ് കാര്യവും കാരണവും കർത്താവും ഇതിങ്ങനെയായി നമ്മുടെ ഈ ഭൗതിക രീതിയിൽ പ്രകടമായി തീരുന്നത്. അപ്പം അത്തരം പ്രവർത്തനങ്ങളെല്ലാം മാനസിക തലത്തിലുള്ളവയാണ്. അവയിൽ നിന്ന് നമ്മൾ ഭൗതിക ഘടകങ്ങളുടെയും ഭൗതിക ഇന്ദ്രിയങ്ങളുടെയും അങ്ങനെ മിഥ്യാഹങ്കാരം എന്ന് പറയുമ്പോൾ അതിനകത്ത് സത്വര തമോ ഗുണങ്ങളായി പ്രകടമാകും. മിഥ്യാഹാരം സത്വഗുണത്തിൽ നിന്ന് മനസ്സുണ്ടാകുന്നു. അത് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കി എടുക്കേണ്ട ഓരോ കാര്യങ്ങളും അവിടെ ഉണ്ട്. അപ്പം സത്വഗുണം ഇനിയും എടുക്കും, ഇതിന്റെ സൃഷ്ടി വരുന്നുണ്ട്. അപ്പം നമുക്കിതെല്ലാം അറിയാൻ കഴിയും. സത്വഗുണത്തിൽ മനസ്സിൽ വരും. ദേവന്മാരെല്ലാം ഈ സങ്കലനത്തിൽ നിന്നുണ്ടായവരാണ്. അങ്ങനെ മിഥ്യാഹങ്കാരം വിവിധ ഗുണങ്ങളുമായി ചേരുമ്പോഴാണ് ദൃശ്യപ്രപഞ്ചത്തിലെ ഈ ഘടകങ്ങളെല്ലാം ഇന്ദ്രിയങ്ങളെ രജോ ഗുണത്തിലുള്ള മിഥ്യാഹങ്കാരത്തിന്റെ ഉൽപ്പന്നമാണ്. അങ്ങനെയെല്ലാം ഉണ്ടാകുന്നത് ഈ പ്രവർത്തനങ്ങൾ കൊണ്ട് ആണ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അപ്പൊ അദ്ദേഹം ഇതിൽ നിന്നെല്ലാം തിരിച്ച് മറിച്ച് പോകാനായിട്ട് തയ്യാറായി എന്ന് നമ്മളിവിടെ പറഞ്ഞു തരികയാണ് ഇവിടെ ചെയ്യുന്നത്. ഹരേ കൃഷ്ണ. നമ്മളൊക്കെ അടുത്ത ശ്ലോകത്തിലേക്ക് പോകാം. ത്രിത്വേ ഹുത്വാ ച പഞ്ചത്വം തച്ചൈകത്വേ അജുഹോന്മുനിഃ സർവമാത്മന്യജുഹവേ ബ്രഹ്മണ്യാത്മാനമവ്യയേ. ത്രിത്വേ ഹുത്വാ ച പഞ്ചത്വം തച്ചൈകത്വേ അജുഹോന്മുനിഃ സർവമാത്മന്യജുഹവേ ബ്രഹ്മണ്യാത്മാനമവ്യയേ. ത്രിത്വേ എന്ന് പറഞ്ഞാൽ ത്രിഗുണങ്ങളുടെ അവസ്ഥയിലേക്ക് നമ്മള് യജ്ഞത്തിനൊക്കെ കേട്ടിട്ടുണ്ട് അല്ലെ. ഹുത്വ എന്ന് വെച്ചാൽ സമർപ്പിച്ചതിന് ശേഷം ഹിത്വേ ഹുത്വ ച എന്ന് പറഞ്ഞാൽ എന്നുള്ള അർത്ഥമേ ഉള്ളൂ. പഞ്ചത്വം ഇപ്പം നമ്മൾ പറഞ്ഞ എന്താണ് 5 ഘടകങ്ങൾ, പഞ്ചഘടകങ്ങൾ എന്ന് പറയുന്നത്. തത് പിന്നെയും ച വന്നിട്ടുണ്ട്. പഞ്ചത്വം അതൊരു ച എന്ന് പറഞ്ഞ എന്നുള്ള അർത്ഥം. ഏകത്വേ ഏകമായിട്ടുള്ളതിൽ ഒരവിദ്യയാണ് അവിടെ വരുന്നത്. നമുക്കതേക്കുറിച്ചൊന്നും
ജ്ഞാനമില്ല, അവിദ്യയിൽ അജുഹോത്തെ ലയിപ്പിച്ചു അല്ലെങ്കിൽ സംയോജിപ്പിച്ചു എന്ന് വെച്ചാൽ നമുക്കറിയാൻ വയ്യാത്ത ഭാവത്തിലേക്ക് നമ്മൾ അതിനെ ലയിപ്പിച്ചു. മുനി, അങ്ങനെ ധ്യാന നിരതനായി തീരുന്നവനെയാണ് മുനി എന്ന് പറയുന്നത്. അപ്പം അതിനെ എന്ത് ചെയ്തു? ലയിപ്പിച്ച ശേഷം ആ ധ്യാന നിരതനായി തീർന്നവൻ സർവമാത്മനി, സർവവും ആത്മനി, ആത്മാവിൽ, സർവം ആത്മാവിൽ, അജുഹവിത് എന്ന് പറഞ്ഞാൽ ഉറപ്പിച്ചു. ഒരു പുതിയ വാക്കാണ് അജുഹവിത്ത്. അപ്പൊ ഒരു പുതിയ വാക്ക് പഠിക്കുമ്പോൾ നമ്മൾ മറക്കില്ലല്ലോ. അജുഹവിത്ത് എന്ന് പറയുമ്പോ എന്താണ്? ഒരു ഉറപ്പിച്ചു. ആ മനസ്സിനെ എല്ലാം ആ ഒരു മുനി ധ്യാനനിരതനായിരുന്നുകൊണ്ട് ആത്മാവിൽ ഇതിനെയെല്ലാം ഉറപ്പിച്ചു. ബ്രഹ്മണി, ആത്മാവിനെ, ബ്രഹ്മണ്യാത്മാനമവ്യയേ എന്നാണ്. അപ്പം ബ്രഹ്മണി, ആത്മാവിനെ, ആത്മാനം എന്ന് പറഞ്ഞാൽ ആത്മാവ്, അവ്യയെ അവ്യയനെ. അപ്പൊ എങ്ങനെയാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്? അവ്യയനായിരിക്കുന്ന ആ ബ്രഹ്മണി ആത്മാനം അവ്യയേ, ബ്രഹ്മണ്യാത്മാനം അവ്യയേ എന്ന് പറയും. ത്രിത്വേ ഹുത്വാച പഞ്ചത്വം തച്ചൈകത്വേ അജുഹോന്മുനിഹി സർവമാത്മന്യജുഹവേ ബ്രഹ്മണ്യാത്മാനമവ്യയേ. അപ്പൊ അവിടെ ത്രിത്വേ എന്നുള്ള വാക്കിന്റെ അർത്ഥം കിട്ടി, ഹുത്വ അർത്ഥം കിട്ടി, പിന്നെ ഏതെങ്കിലും കിട്ടാത്തതുണ്ടോ? തച്ചൈകത്വേ, തത്തേ പ്ലസ് അതൊന്ന് പിരിച്ചെടുക്കണം. തച്ചൈകത്വേ എന്ന വാക്ക് എങ്ങനെയാ പിരിക്കുന്നത്? തതേ പ്ലസ് ച പ്ലസ് ഏകത്വേ എന്നുള്ളതാണ്. തച്ചൈകത്വേ, തത് ച ഏകത്വേ, തച്ചൈകത്വേ എന്ന് വെച്ചാൽ തതെന്ന് പറഞ്ഞാൽ ആ കണ്ടപ്പെട്ട, ആ പറയപ്പെട്ടത്, ച എന്ന് വെച്ചാൽ ഏകത്വം എന്ന് പറഞ്ഞാൽ അവിദ്യയിൽ എന്നുള്ളതേ ഉള്ളൂ. അപ്പൊ നമ്മള് തച്ചൈകത്വേ അജുഹോദേ അങ്ങനെ സംയോജിപ്പിച്ചതിന് ശേഷം എന്ത് ചെയ്തു? മുനി, മുനി എന്ന് പറഞ്ഞാൽ ധ്യാനനിരതനായി തീർന്നവൻ മുനി. അപ്പൊ സർവമാത്മനി അജുഹവിത്, എല്ലാം ആത്മാവിൽ ഉറപ്പിച്ചു. ബ്രഹ്മണ്യാത്മാനമവ്യയേ, അപ്പൊ അങ്ങനെയുള്ള ആളിലാണ് ഉറപ്പിച്ചിരിക്കുന്നത്. ആ ബ്രഹ്മണി സംസ്ഥിതം, സർവ്വത നമ്മൾ പറയും ബ്രഹ്മണ്യ സംസ്ഥിതം എന്ന് പറയും. ബ്രഹ്മ ഭഗവാനിൽ തന്നെ, അത് ബ്രഹ്മാവല്ല അവിടെ, ആ ബ്രഹ്മനിൽ തന്നെ എല്ലാത്തിനെയും ഉറപ്പിച്ചു എന്ന് പറയുന്നു. അപ്പൊ നമുക്ക് അതിന്റെ വിവർത്തനം നോക്കാം. ട്രാൻസ്ലേഷൻ പർപ്പസ് എസി ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദി കി ജയ്, ഗുരുദേവ് കി ജയ്. അപ്രകാരം പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമായ സ്ഥൂല ഭൗതിക ശരീരത്തെ ഇപ്പൊ എന്തൊക്കെ ഉണ്ടാക്കിയത് നമ്മൾ കണ്ടു. അങ്ങനെയുള്ള ആ മഹത്തത്വം അങ്ങനെ ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങളായി ഉന്മൂലനം ചെയ്തിട്ട് തിരിച്ചു പോവുകയാണ് അല്ലെ. അപ്പൊ ഇത്രയും ക്രോഡീകരിച്ചതിനെ തിരിച്ചു കൊണ്ടുപോവാണ്. ത്രിഗുണങ്ങളായി ഉന്മൂലനം ചെയ്തിട്ട് അദ്ദേഹം അവയെ അവിദ്യയിൽ വിലയിപ്പിച്ച ശേഷം ആ അവിദ്യയെ ഏത് പരിതസ്ഥിതിയിലും അവ്യയമായ ബ്രഹ്മനിൽ, ആത്മാവിൽ ആവാഹിച്ചു. അപ്പൊ നമ്മുടെ ആ തിരിയിൽ സൃഷ്ടിക്കപ്പെട്ട ഈ ശരീരത്തിന്റെ എല്ലാ ഘടകങ്ങളെയും തിരിച്ച് അവിദ്യയായി അതിനകത്തായി കൊണ്ടുവന്നു എന്ന് വെച്ചാൽ എന്താണ്? പ്രധാനയിൽ എല്ലാത്തിലും ഒന്നും തിരിച്ചറിയാൻ കഴിയാത്ത ആ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം ആ അവിദ്യയെ ഭഗവാനിലേക്ക് വിട്ടുകൊടുത്തു എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഹരേ കൃഷ്ണ. ശ്ലോകം വായിച്ചോളൂ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. വാസുദേവായ. ത്രിത്വേ ഹുത്വാ ച പഞ്ചത്വം തച്ചൈകത്വേ ജുഹോന്മുനിഃ സർവം ആത്മന്യജുഹവേത് ബ്രഹ്മണ്യാത്മാനം ബ്രഹ്മണ്യാത്മാനമവ്യയേ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. നമ്മൾ വായിക്കുമ്പോൾ നമ്മുടെ കയ്യിൽ അജുഹോന്മുനി എന്നാണെന്ന് ഓർത്തോണം. ഹരേ കൃഷ്ണ. പറയുന്നത് അങ്ങനെ മതി. ത്രിത്വേ ഹുത്വാ തച്ചൈകത്വേ ജുഹോന്മുനി സർവമാത്മന്യജുഹവിത് ബ്രഹ്മണ്യാത്മനമവ്യയേ. സർവമാത്മന്യജുഹവിത് ബ്രഹ്മണ്യാത്മാനമവ്യയേ. ബ്രഹ്മണ്യാത്മാനമവ്യയേ എന്ന് പറയണം. ഹരേ കൃഷ്ണ. അപ്പൊ നമ്മളെ ആർക്കെങ്കിലും വായിക്കണോ? ഹരേ കൃഷ്ണ. വാസുദേവായ. ശ്ലോകം 42. തൃത്വേ ഹുത്വാ ച പഞ്ചത്വം തച്ചൈകത്വേ ജുഹോന്മുനി സർവാത്മന്യജുഹവിത് ബ്രഹ്മണ്യാത്മാനമവ്യയേ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അപ്പൊ നമ്മള് ഇവിടെ ഇതിലേക്ക് നോക്കാം. വിവർത്തനം. നമ്മുടെ
പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമായ ഭൗതിക ശരീരത്തെ ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങളായി ഉന്മൂലനം ചെയ്തു. അദ്ദേഹം അവയെ ആവിദ്യയിൽ വിലയിപ്പിക്കുകയും ആ വിദ്യ ഏത് പരിസ്ഥിതി അവയമായി ബ്രഹ്മനിൽ ആത്മാവിൽ ആവാഹിക്കുകയും ചെയ്തു എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഹരേ കൃഷ്ണ. അപ്പൊ നമ്മള് എന്തൊക്കെയാണ് യുധിഷ്ഠിര മഹാരാജാവ് ഇവിടെ ചെയ്തത് എന്നാണ് ഇവിടെ പറയുന്നത്. യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന് ഒന്നും ചെയ്യാനുണ്ടായില്ല. അദ്ദേഹം ചെയ്യേണ്ടത് നേരത്തെ ചെയ്തു. എന്താണ്? തന്റെ രാജ്യം അങ്ങ് വിട്ടുകൊടുത്തു. അതിൽ നിന്ന് മനസ്സിനെ അങ്ങ് വെടിവെച്ചു. ഭാര്യയെന്നോ മക്കളെന്നോ രാജ്യമെന്നോ എന്നുള്ള ആ ഭാവങ്ങളെല്ലാം മാറി. അദ്ദേഹത്തിന് ചെയ്യാൻ കഴിയുമായിരുന്ന അതേ ഉള്ളൂ. അതെല്ലാം അദ്ദേഹം ചെയ്തു. അപ്പൊ ഭൗതിക ലോകത്തിലുള്ളവയെല്ലാം മഹത്തത്വത്തിന്റെ ഉൽപ്പന്നങ്ങളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കും. പ്രധാന തന്നെയാണ് മഹത്തത്വം എന്ന് ഓർക്കണം. അതിന് എന്തുകൂടി വരുന്നു? ടൈം എനർജി വരുന്നു. അങ്ങനെ ആ മഹത്തത്വത്തിന്റെ ഉൽപ്പന്നമാണ് ഈ ഭൗതിക ലോകത്തിൽ നമ്മൾ കാണുന്ന സർവ്വ വസ്തുക്കളും. അങ്ങനെയുള്ള ആ വസ്തുക്കൾ ഭൗതിക ഫലങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ് ജീവസത്ത എന്ന് നമ്മുടെ മനസ്സിലുണ്ടാകും. നാം ഈ കാണുന്നതെല്ലാം എന്താണ്? ഭൗതിക തത്വത്തിന്റെ ഉൽപ്പന്നങ്ങളാണ്. അതിന്റെ ഫലങ്ങളിൽ നിന്ന് വരുമ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായി നിൽക്കുകയാണ് നമ്മൾ ഓരോരുത്തരും എന്ന് നമ്മളെ മനസ്സിലാക്കണം. ജീവസത്തയുടെ പ്രാധാന്യം. അങ്ങനെ ഭഗവത് ശാശ്വത സേവകരായി ആണെങ്കിൽ ഭൗതിക പ്രകൃതിയെ അടക്കി ഭരിക്കണമെന്ന മിഥ്യാധാരണ ഇല്ലാതെയാകും. അപ്പം നമ്മള് ഭഗവാനിലേക്കുള്ള ശാശ്വത സേവകനായി മാറണമെന്ന് നമുക്ക് ആഗ്രഹം ഉണ്ടായിക്കഴിഞ്ഞാൽ എന്ത് വേണം? ഭൗതിക പ്രകൃതിയെ അടക്കി ഭരിക്കണമെന്നുള്ള ആ ഒരു ധാരണ നമുക്ക് ഇല്ലാതെ വരണം. അതിനെയാണ് മിഥ്യാധാരണ എന്ന് പറയുന്നത്. അപ്പൊ നമ്മളിൽ ഓരോരുത്തരിലും ഉള്ളത് എന്താണ്? നമുക്ക് അത് വേണം, ഇത് വേണം, മറ്റേത് സാധിക്കണം. അപ്പൊ എന്താണ്? ഒരു വീടുള്ളവർക്ക് രണ്ടാമത്തെ വീട് വേണം, ഒരു കാർ ഉള്ളവന് രണ്ടാമത്തെ കാർ വേണം, അല്ലെ? അപ്പൊ ഇവൻ നമുക്കൊരു പ്ലെയിൻ കിട്ടിയാലും നമുക്ക് കൊള്ളാൻ തോന്നും, അല്ലെ? അങ്ങനെ എല്ലാ കാര്യങ്ങളും എന്തെല്ലാം നമുക്ക് ബാങ്ക് ബാലൻസ് 1 കോടി ഉള്ളെങ്കിൽ അത് 2 കോടിയാക്കാം. അങ്ങനെ ഓരോ രീതിയിലും നമ്മൾ എന്ത് ചെയ്യുകയാണ്? നമ്മൾ ഈ ഭൗതിക പ്രകൃതിയിലുള്ളതെല്ലാം നമ്മുടേതാക്കി മാറ്റുക. അതാണ് നമ്മുടെ കിട്ടാകുന്ന അത്രയും നമ്മൾ ഉണ്ടാക്കുക. അതാണ് നമ്മൾ ചിന്തിക്കുന്നത്. അങ്ങനെ മിഥ്യമായ ഇന്ദ്രിയാസ്വാദനത്തിലേക്ക് പ്രവേശിക്കുന്നതിന് നമുക്ക് ബാധ്യതയുണ്ട്. അപ്പൊ നമുക്കിതെല്ലാം ഉണ്ട്. നമുക്ക് നല്ല ഒരു കുടുംബം, സ്നേഹിക്കുന്ന മക്കള്, അതുപോലെ വേണ്ട വിധത്തിലുള്ള എല്ലാ സജ്ജീകരണങ്ങളും വീട്ടില് സുഖമായി ജീവിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും നമുക്കുണ്ട്. ഇതൊന്നും ഇല്ലാത്തവരായിരുന്നില്ല ഈ രാജാക്കന്മാരെന്ന് നമ്മൾ പ്രത്യേകം ചിന്തിക്കണം. അവർക്ക് ഇതെല്ലാ സൗകര്യങ്ങളും ഉണ്ടായിരുന്നു. എന്നിട്ടും അവരതിനെല്ലാം ഒട്ടും പ്രാധാന്യം കൊടുക്കാതെ അതിനെല്ലാം വലിച്ചെറിഞ്ഞവരാണ്. എന്താണ് നമ്മൾ ഭാഗവതത്തിൽ പഠിക്കാൻ പോകുന്ന എല്ലാ രാജാക്കന്മാരും എന്ന്. എല്ലാ അല്ലാത്തവരും കുറച്ചുപേരുണ്ട്. അങ്ങനെ ഉള്ള രാജാക്കന്മാരെല്ലാം അങ്ങനെ നമ്മൾ മിഥ്യമായ ഇന്ദ്രിയാസ്വാദനത്തിലേക്ക് നമ്മൾ തിരിയുന്നു. അതില്ലാതെ നമുക്ക് പറ്റത്തില്ല. അങ്ങനെയാണ് നമ്മുടെ മനസ്സ് പ്രവർത്തിക്കുന്നത്. അവിടെ ഭഗവാനിലേക്ക് എത്തിക്കാനുള്ള ഒരു സാധ്യത കുറയ്ക്കുന്നു. നമുക്ക് ബാധ്യത കൂടുന്നു. എവിടെ? ഭൗതികതയിൽ ബാധ്യത കൂടും. ഭഗവാനിലേക്കുള്ള എൻട്രൻസിനുള്ള സാധ്യത കുറയുകയും ചെയ്യുന്നു. മനസ്സ് ഭൗതികമായി ബാധിക്കപ്പെടുന്നു. നമ്മുടെ മനസ്സ് ഭൗതികതയിലേക്ക് അങ്ങ് എനിക്ക് അത് വേണം, ഇത് വേണം. ആരുടെയും കുറ്റമല്ല, പക്ഷെ നമുക്കതെല്ലാം ഉണ്ടാകും. നമ്മുടെ ഭാവം അതായിട്ട് മാറുന്നു. അപ്പൊ ഒന്നുമില്ലാത്തവർക്ക് എല്ലാം ഉണ്ടെങ്കിലും എനിക്ക് പേരെടുക്കണം, എനിക്ക് അല്ലെങ്കിൽ ഒരു വലിയ ക്ലാസ് തുടങ്ങി, ഞാൻ അതിന്റെ ഇൻസ്ട്രക്ടറാണ്, ഞാൻ വലിയൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ തുടങ്ങി, അവിടെ ഏറ്റവും വലിയ എൻ്റെ പ്രസംഗം എല്ലാവരും ശ്രദ്ധിച്ചു, അല്ലെ? ഞാൻ പറയുന്നത് എല്ലാവരും ശ്രദ്ധിച്ചു. അപ്പൊ എല്ലാവരുടെയും കയ്യടി എനിക്ക് കിട്ടി. അപ്പൊ അതിനുവേണ്ടി കഷ്ടപ്പെടുന്നവർ എത്ര പേരാണ്? എൻ്റെ പ്രസംഗം, ഞാൻ പറഞ്ഞ വാക്കുകൾ, എൻ്റെ സമ്പത്ത്, ഇതൊക്കെ നമ്മുടെ ഒരു ഇതാണ്. അപ്പൊ ഞാൻ പറഞ്ഞ ഞാൻ എടുത്ത ക്ലാസ് എല്ലാവരും ശ്രദ്ധിച്ചു. എനിക്ക് എത്ര ഇതാണ് കിട്ടിയത്. പക്ഷെ ഇതൊന്നും എന്റേതല്ല, ഇതെല്ലാം ആരെങ്കിലും തന്നതാണ് എന്ന ചിന്താഗതി നമ്മളിൽ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ കഷ്ടമായ അവസ്ഥ. നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ പേര് വലുതാക്കാൻ വേണ്ടി മറ്റുള്ളവർ അയ്യോ നല്ലതാണ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ അങ്ങ് എന്തായി മാറുന്നു? നമ്മൾ അതിൽ സന്തോഷം കൊള്ളുന്നു. അപ്പൊ ആ സന്തോഷം കൊള്ളാതെ, ആ സന്തോഷം എന്ന് പറയുന്നത് നമ്മളിൽ ഉണ്ടാകുന്ന ഒരു ഭാവമാണ്. അത് നമ്മളെ എവിടേക്ക് പോകാനുള്ള കാര്യത്തിൽ നിന്ന് വിടുവിക്കുന്നു? ഭഗവാനിലേക്ക് പോകാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് കൊണ്ട് എത്തിക്കുന്നു. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? അവിടെ നിന്ന് ആ ഒരു മനസ്സ് ഭൗതികമായി മാറുമ്പോൾ ആ മനസ്സിനെ നമ്മൾ തിരിച്ചു കൊണ്ടുവരാൻ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പം ആദ്യം മനസ്സ് ഭൗതികമായി ബാധിക്കപ്പെടുന്നു.
അങ്ങനെ ഭൗതിക രൂപം അല്ലെങ്കിൽ ഭൗതിക ശരീരം, പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമായ ഭൗതിക ശരീരം സൃഷ്ടിക്കപ്പെടുന്നു. അങ്ങനെ അതിനെ തിരിക്കുന്നു. അപ്പൊ ഇത്രയും ചെയ്ത കാര്യങ്ങളെ അദ്ദേഹം തിരിച്ചു. അതേ. അപ്പൊ എന്തൊക്കെ ചെയ്തിരുന്നു? ഭൗതികപരങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ് ജീവസത്യം എന്ന് മനസ്സിലാക്കി. അപ്പൊ ആ മനസ്സിനെ, ആ ഇന്ദ്രിയങ്ങളെയും ഇതിനെയെല്ലാം തിരിച്ചു കൊണ്ടുപോകാനുള്ള ശ്രമം നടത്തി. അതിൽ ഒറ്റ മാർഗമേ ഉള്ളൂ, ഭഗവാന് വേണ്ടിയുള്ള ഡിവോഷണൽ സർവീസ് എന്ന് പറയുന്നു. അപ്പൊ പഞ്ചഭൂത ശരീരത്തിന്റെ 5 ഘടകങ്ങളെ ആദ്യം ത്രിഗുണങ്ങളിൽ വിലയിപ്പിക്കും. അതാണ് ഒന്നാമതായി ചെയ്യുന്നത്. ഈ ഭാവത്തിൽ എത്തുന്നവരുടെ കാര്യമാണ്, നമ്മളല്ല. പഞ്ചഭൂത ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു കാലത്ത്, എന്നുവെച്ചാൽ ഇന്നും നാളെയും ഒന്നും അല്ല, ഏതെങ്കിലും ഒരു ജന്മത്തിൽ, ഇനിയും നമുക്ക് എന്തെങ്കിലും ആയിരിക്കാം, ആ ഒരു ജന്മത്തിൽ ഇപ്രകാരം എല്ലാം നമ്മളുടെ ഭഗവാനിലേക്ക് തിരിച്ചിട്ട് വേണം നമുക്കങ്ങ് തിരിച്ച് ഭഗവാന്റെ അടുത്തേക്ക് പോകാനെന്നുള്ളത് നമ്മൾ ഓരോരുത്തരും മനസ്സിൽ ചിന്തിക്കണം. ഇങ്ങനെയൊക്കെ ഏതെങ്കിലും ഒരു കാലത്ത്, ഏതെങ്കിലും ഒരു ജന്മത്തിൽ അങ്ങനെ ഒരു ഭാവം നമ്മളിലേക്ക് ഉണ്ടാകേണ്ടിയിരിക്കുന്നു. എന്നാലേ ഭഗവാന്റെ നിത്യസേവകനായി നമുക്ക് മാറാൻ പറ്റുകയുള്ളൂ എന്നുള്ളതാണ്. പഞ്ചഭൂത ശരീരത്തിന്റെ 5 ഘടകങ്ങളെ ത്രിഗുണത്തിൽ വിലയിപ്പിക്കും. ഗുണപരമായ വിവേചനങ്ങളെ ഇല്ലാതാക്കും. എന്ന് വെച്ചാൽ എന്താണ് ഗുണപരമായ വിവേചനം? ഗുണപരമായിട്ട് നമ്മൾ വിവേചനം ചെയ്യുന്ന നമ്മുടെ മനസ്സെ ചിലത് കാണുമ്പോൾ ഇഷ്ടപ്പെടും, നല്ലതാണ് അതെന്ന് കരുതും, അല്ലെ? ചിലത് കാണുമ്പോ എന്താണ്, അത് വേണ്ട, അത് കൊള്ളില്ല. അപ്പൊ അങ്ങനെ ഒരു നല്ലതേ ചീത്ത എന്നുള്ള ആ വിവേചനം നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ട്. അപ്പൊ അങ്ങനെ ആ രീതിയിൽ നിന്ന് വിവേചനം ഇല്ലാതെയാക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ ആ ഒരു ഭാവമേ നമ്മളിൽ നിന്ന് മാറുന്നു. പിന്നെ താൻ ഭൗതികതയിൽ നിന്നും വിഭിന്നനാണെന്നറിയും. ഈ നല്ലതും ചീത്തയിലും ഒന്നും അല്ല എന്റെ നിലനിൽപ്പ്. ഞാൻ ഈ ഒരു ശരീരം ഇപ്പൊ എന്റെ കയ്യിൽ ഇരിക്കുന്നത് കൊണ്ടാണ്, അല്ലെങ്കിൽ നല്ല എന്തെങ്കിലും വാങ്ങിക്കുമ്പം അതിനെക്കുറിച്ചൊക്കെ നമ്മുടെ മനസ്സ്, അല്ലെങ്കിൽ ചിലപ്പോൾ വാങ്ങിച്ചുകൊണ്ട് വന്ന് കഴിയുമ്പോഴായിരിക്കും ഇത് വേണ്ടായിരുന്നു, വേറൊന്നും എടുത്താൽ മതിയായിരുന്നു. അങ്ങനെയൊക്കെ നമ്മുടെ മനസ്സ് തോന്നിക്കുന്നത് എന്താണ്? മനസ്സിന്റെ ഭാവങ്ങളാണ്. അപ്പൊ അങ്ങനെ നമ്മൾ ഇതിൽ നിന്നൊക്കെ ഭൗതിക ശക്തിയിലൊന്നും അല്ല നമ്മള്, അതിനൊക്കെ അപ്പുറത്തുള്ള പരമമായ പ്രാധാന്യമുള്ള ആളാണ് ഞാൻ എന്ന് നമ്മൾ തിരിച്ചറിയുന്നു. ഗുണപരമായി താൻ പരബ്രഹ്മത്തിന് തുല്യമെന്നറിയണം. അപ്പം ഗുണപരമായി നോക്കുമ്പം നമ്മൾ എന്തിന് തുല്യമാണെന്നറിയണം? പരബ്രഹ്മത്തിന് തുല്യമാണെന്ന് അറിയണം. അപ്പം ശുദ്ധ ആത്മാവാണ് നമ്മൾ എന്നറിയണം. അപ്പൊ എന്തൊക്കെ പോയിന്റ് ഇവിടെ വന്നു? ഒന്നാമതായിട്ട് ഭൗതിക ശരീരത്തിന്റെ 5 ഘടകങ്ങളെ ത്രിഗുണങ്ങളിൽ വിലയിപ്പിച്ചു. ഗുണപരമായ വിവേചനമില്ലാതാക്കി. താൻ ഭൗതിക ശക്തിയിൽ നിന്നും വിഭിന്നനാണെന്നറിഞ്ഞു. ഗുണപരമായി താൻ പരബ്രഹ്മത്തിന് തുല്യമെന്ന് മനസ്സിലാക്കി. അപ്പൊ ശുദ്ധാത്മാവെന്ന് മനസ്സിലാക്കി. അങ്ങനെ ആ ശുദ്ധാത്മാവിനെ ഈ ശരീരത്തിൽ നിന്നുകൊണ്ട് ഒന്നും തന്നെ ഇവിടെ ചെയ്യാനില്ല, ശുദ്ധാത്മാവിന് ഒന്നും ചെയ്യാനില്ല എന്ന് മനസ്സിലാക്കിയ ആളായിരുന്നു യുധിഷ്ഠിര മഹാരാജാവ്. അപ്പൊ ഈ ഒരു ഭഗവാൻ പോയി കഴിഞ്ഞു എന്ന് അർജുനൻ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത്രയും കാര്യങ്ങൾ അദ്ദേഹം മനസ്സാ. അപ്പൊ ആർക്കെങ്കിലും ഒന്ന് പറയാമോ എന്തൊക്കെ ചെയ്തു എന്നുള്ളത്? വരൂ ആരെങ്കിലും. പഞ്ചഭൂതങ്ങളെ ത്രിഗുണങ്ങളിൽ കൽപ്പിച്ചു. ഗുണപരമായി പരബ്രഹ്മത്തിന് തുല്യമായി അറിയണം. വിവേചനം ഇല്ലാതെ ഭൗതികതയിൽ നിന്ന് വിഭിന്നനായിരിക്കണം. പിന്നെ ഈ ശരീരത്തിന് ഭഗവാന് വേണ്ടി, അപ്പൊ നമുക്ക് തിരിച്ചു പോകാനായി ഈ ശരീരം കൊണ്ട് ഒന്നും ചെയ്യാനില്ലെന്ന് മനസ്സിലാക്കാം. കാരണം മനസ്സിനെ മുഴുവനായിട്ടങ്ങ് ഭഗവാനിലേക്ക് കൊടുത്തു കഴിഞ്ഞു. പിന്നെ നീ എനിക്കിവിടെ ഒന്നും ചെയ്യാനില്ല എന്നുള്ള ആ ഒരു ഭാവത്തിൽ എത്തിച്ചേർന്നു. അപ്പം സെൽഫ് റിയലൈസേഷനിൽ എത്തിക്കഴിഞ്ഞു. ഇനിയും സൈക്കിൾ ഓഫ് ബർത്ത് ആൻഡ് ഡെത്ത് നമുക്ക് വേണ്ട എന്നുള്ള ഫിസിക്കൽ ബോഡി ലൈവ് ചെയ്യുമ്പോഴും. പക്ഷെ നമ്മൾ ജീവിക്കുന്നത് എപ്പോഴും എവിടെയാ? എങ്ങനെയാ നമ്മൾ ജീവിക്കുന്ന ആ സമയത്തും? ഭൗതികതയിൽ ജീവിക്കുന്നു. വെരി ഗുഡ്, ഭൗതികതയിലാണ് ജീവിക്കുന്നത്. പിന്നെ എന്തുണ്ട് നമ്മുടെ കൂടെ? ഭഗവാനുണ്ട്. കൂടാതെ എന്തുണ്ട്? ഈ ശരീരമുണ്ട് നമ്മുടെ, ശരീരമുണ്ട് നമ്മുടെ കൂടെ. ശരീരം വിട്ടിട്ടില്ല, ശരീരം ഉണ്ട്, ശരീരത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. പക്ഷേ ഈ ഭാവം അങ്ങ് മാറി, അത് മാത്രമേ ഉള്ളൂ. കാരണം
ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയുന്നുണ്ട്. എന്താ പറയുന്നത്? നമുക്ക് ഒരു മിനിറ്റ് പോലും ഒന്നും ചെയ്യാതിരിക്കാൻ പറ്റിയില്ല. നമ്മൾ എപ്പോഴും എന്തെങ്കിലും പ്രവർത്തിച്ചു കൊണ്ടിരിക്കണം. പ്രവർത്തനമില്ലാതെ നമുക്ക് പറ്റില്ല. അപ്രവർത്തനം എന്താക്കി മാറ്റി നമ്മളല്ല യുധിഷ്ഠിര മഹാരാജ് എന്താക്കി മാറ്റി? ഭഗവാനിലേക്ക്, ഭഗവാന് വേണ്ടിയുള്ള പ്രവർത്തനം മാത്രമാക്കി മാറ്റി. അവിടെ ശരീരത്തിന് പ്രാധാന്യമേ ഇല്ലാതെ. പക്ഷെ ജീവിക്കുന്നത് എവിടെയാണ്? ശരീരത്തിൽ തന്നെ ആണ്. അപ്പം സ്വയം മനസ്സിലാക്കി മഹാരാജാവ് യുധിഷ്ഠിരൻ അദ്ദേഹത്തിന്റെ രാജ്യം പരീക്ഷിത് മഹാരാജാവിനും ഭദ്രനും വിഭജിച്ച് നൽകിയ ശേഷം ഞാൻ സ്വയം ലോകത്തിന്റെ ചക്രവർത്തിയായിരുന്നു എന്നോ അല്ലെങ്കിൽ എന്റെ മക്കളാണ് ഇവരെന്നോ പിന്നെ ചിന്തിച്ചിട്ടേ ഇല്ല. ലോകചക്രവർത്തി എന്നോ കുരുവംശത്തിന്റെ അധിപൻ ഞാനാണ്, അല്ലെ? ആ ഒരു ചിന്താഗതി മനസ്സിലേക്ക് വരാതെയാകണം. എന്റെ കുടുംബനാഥൻ ഞാനാണ്, എന്റെ കുടുംബനാഥ ഞാനാണ്, അല്ലെ? എന്റെ ഭർത്താവാണ്, എന്റെ ഭാര്യയാണ്. ആ ചിന്താഗതികളൊക്കെ മനസ്സിൽ നിന്നും മാറും. ചെയ്യേണ്ട കർമ്മം അപ്പോഴും ചിലപ്പോൾ ചെയ്തെന്നിരിക്കും. അതുപോലെ തന്നെ അപ്പം സ്വയം ലോകചക്രവർത്തിയാണെന്നോ കുരുവംശത്തിന്റെ അധിപനാണെന്നോ അദ്ദേഹം വിചാരിച്ചതേയില്ല. ഇത്രയും കാര്യം നടന്നു കഴിഞ്ഞു. പിന്നെ അദ്ദേഹം ശരീരത്തിൽ നിൽക്കുന്നു. പക്ഷേ അദ്ദേഹം ഇതേക്കുറിച്ചൊന്നും ചിന്തിച്ചതേയില്ല. ഈ ശരീരം കൊണ്ട് ഇനി എനിക്കൊന്നും ചെയ്യാനില്ല. അമ്മ അനിയന്മാരെന്നുള്ള ഭാവമൊക്കെ ഇവിടെ ആകുമ്പോഴത്തേക്ക് വിട്ടുകഴിഞ്ഞു. അതുവരെയും എന്തുണ്ട്? എന്റെ ഭർത്താവെ, എന്റെ ഭാര്യ, അല്ലെങ്കിൽ എന്റെ മക്കളെ, എന്റെ വീട്, ഈ ഭാവം എല്ലാം ഉപേക്ഷിച്ചു കഴിഞ്ഞു. ഇവിടെ എത്തിയപ്പോഴത്തേക്ക് ശരീരത്തിൽ നിൽക്കുന്നു. പക്ഷേ ഇതെല്ലാം വിട്ടുകഴിഞ്ഞ് ഈ ശരീരം കൊണ്ട് എനിക്ക് ഇനി ഒന്നും വേണ്ട എന്നുള്ള ചിന്താഗതിയിൽ എത്തി. പക്ഷെ ആ സമയത്ത് നമ്മുടെ ഈ ഭൗതികതയിലുള്ള ഭാവങ്ങളെല്ലാം വിട്ടുകഴിഞ്ഞിരിക്കണം. അങ്ങനെ ഭൗതിക ബന്ധനത്തിനുള്ള ഈ സ്വാതന്ത്ര്യ ബോധവും സ്ഥൂലവും സൂക്ഷ്മവുമായ പരിവേഷണത്തിന്റെ ഭൗതിക ബന്ധനത്തിൽ നിന്നുള്ള മോചനവും ഈ ഭൗതിക ലോകത്തിൽ പോലും ഒരുവന് ഭഗവാന്റെ സേവകനായി സ്വതന്ത്രമായി പ്രവർത്തിക്കാനുള്ള പ്രാപ്തി ഉണ്ടാക്കുന്നു. എന്ന് വെച്ചാൽ ഇപ്രകാരം ഭൗതിക ബന്ധനത്തിൽ നിന്ന് മോചനം നേടി ഒരുവൻ ഈ ശരീരത്തിൽ നിന്നുകൊണ്ട് അപ്പോഴും ഭഗവാന് വേണ്ടി പ്രവർത്തിക്കാൻ കഴിയുന്നു എന്ന് നമ്മളെ മനസ്സിലാക്കണം. ഈ അവസ്ഥയാണ് ജീവൻ മുക്താവസ്ഥ എന്ന് പറയുന്നത്. ഈ അവസ്ഥയ്ക്ക് പറയുന്ന പേരെന്താണ്? ജീവൻ മുക്തനായി മാറി എന്നുള്ള ഒരവസ്ഥയിലേക്ക് നമ്മളെ എത്തിച്ചേരും. നിങ്ങൾ നേരത്തെ ജീവൻ മുക്തനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. ആത്മാരാമനെ കുറിച്ച് പഠിച്ചത് ഓർമ്മയുണ്ടോ? ആത്മാരാമശ്ച മുനയോ നിഗ്രന്ഥാവിക്രമേ കേട്ടിട്ടുണ്ടോ? കുർവന്തി അഹൈതുകിം ഭക്തിം ഇത്തം ഭൂതഗുണോ ഹരി. കേട്ടിട്ടുണ്ടോ എന്ന് എനിക്ക് ചോദിക്കേണ്ട ആവശ്യമില്ല. ഞാൻ തന്നെയാണ് അതിന്റെ ഓരോ പോയിന്റും എടുത്ത് ഒരാഴ്ച കൊണ്ടാണ് അതിനെ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നത്. നിങ്ങളെല്ലാം മറന്നുപോയിട്ടുണ്ട്, പക്ഷെ ഞാൻ മറന്നിട്ടില്ല. കാരണം ഞാൻ എടുത്തത് കൊണ്ട് ഞാൻ മറക്കില്ല. എന്താണ്? ആത്മാരാമശ്ച മുനയോ നിർഗ്രന്ഥാവിക്രമേ കുർവന്തി അഹൈതുകിം ഭക്തിം. എന്തിനെയാണ്? ഇത്തം ഭൂതഗുണോ ഹരിഹി. സർവ്വതിൽ നിന്ന് സ്വതന്ത്രനായി മുക്താത്മാവായി മാറുന്നത്. എന്തോ? നാരദമുനിയെ കുറിച്ച് പഠിപ്പിച്ചല്ലേ? നാരദമുനിയുടെ ഭാവത്തെ കുറിച്ച് പഠിപ്പിച്ചത്. അപ്പൊ അങ്ങനെ ആത്മാരാമൻ എങ്ങനെയാണ് ആയിത്തീരുന്നത്? ഞാൻ പ്രത്യേകിച്ച് ആ ഒരു ശ്ലോകം പഠിക്കണമെന്ന് പറഞ്ഞ് നമ്മളെ പല ദിവസമായിട്ട് അത് പഠിപ്പിച്ചതാണ്. ആത്മാരാമശ്ചമുനിയോ നിർഗ്രന്ഥാവിക്രമേ. അത് അപ്പൊ ഇവിടെ ജീവൻ മുക്ത അവസ്ഥയിലേക്ക് നമ്മളെ എത്തിച്ചേർന്നു എന്നിവിടെ പറഞ്ഞിരിക്കുന്നു. അപ്പൊ അവിടെ എന്താണ് ജീവൻ മുക്ത അവസ്ഥ എന്ന് പറഞ്ഞാൽ? എന്താണ്? ശരീരമുണ്ട്, പക്ഷേ ആ ശരീരത്തിൽ നിന്നുകൊണ്ട് ഒരുവന് ഭഗവാന്റെ സേവകനായി സ്വതന്ത്രമായി പ്രവർത്തിക്കാനുള്ള പ്രാപ്തി ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് നമ്മളെ അവിടെ ജീവൻ മുക്താവസ്ഥയിൽ എത്തിച്ചേരുക എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പം ജീവൻ മുക്താവസ്ഥ എന്ന് പറയുന്നത് നമ്മൾ ജീവിക്കുന്നത് 3:33 ഭാഗവതം പറയുന്നുണ്ട്. നമ്മൾ ജീവിക്കുന്നത് മെറ്റീരിയൽ ബോഡിയിലാണ്, ശരീരത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പം നമ്മൾക്ക് ശരീരത്തിന്റെ ചില നെസസിറ്റീസ് ഒക്കെ ഉണ്ട്. നമുക്ക് പ്രൈമറി ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യണം, അതൊക്കെ ചെയ്തേ പറ്റുള്ളൂ. ബട്ട് എന്നാൽ ഓരോരുത്തരും ഫുള്ളി സറണ്ടഡ് ടു എന്താണ്? സിറ്റുവേറ്റഡ് ഇൻ ദി സർവീസ് ഓഫ് ദി ലോർഡ്. ഭഗവാന്റെ സർവീസിൽ തന്നെ പൂർണ്ണമായി നമ്മൾ സിറ്റുവേറ്റ് ചെയ്യുകയാണ്. അവിടെ ആ ഭാവമേ ഇല്ല അവിടെ. പക്ഷേ ശരീരത്തിന്റെ ആവശ്യം അപ്പോഴും നിറവേറ്റിയിരിക്കും. അപ്പം നമ്മളെ പറയും, രൂപഗോസ്വാമി പറഞ്ഞിട്ടുണ്ട്, ഈഹ യസ്യ ഹരേർ ദാസ്യേ എന്നാണ് പറയുന്നത്. അപ്പം ഞാൻ ചെയ്യുന്നത് ഇത് മാത്രം. ആ സ്റ്റേജിൽ എത്തിക്കഴിയുമ്പം ഞാൻ ചെയ്യുന്നത് ഹരേർ ദാസ്യേ, ഹരിയുടെ ദാസനായിട്ട് പെരുമാറുക മാത്രമാണ് നമ്മൾ ചെയ്യുന്നത്. അങ്ങനെ എന്താണ്? സ്വരൂപേണ വ്യവസ്ഥിതി എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്, അല്ലേ? അപ്പൊ ജീവേര സ്വരൂപ ഹയ കൃഷ്ണേര നിത്യദാസ എന്ന് നിങ്ങൾ പഠിച്ചു കാണും. ചൈതന്യ ചരിതാമൃതത്തിലെ
മധ്യലീലയിൽ പറയുന്നതാണ്. ജീവേര സ്വരൂപ ഹയ കൃഷ്ണേര നിത്യദാസ ആ ഒരു ഭാവത്തില്. അപ്പൊ സ്വരൂപേണ വ്യവസ്ഥിതി, നമ്മൾ സ്വരൂപത്തിൽ തന്നെ 2:10-6 പറയുന്നുണ്ട് ഭാഗവതത്തിലും. അപ്പൊ അവിടെ സ്വരൂപത്തിൽ നമ്മുടെ ഭാവത്തിൽ എത്തിച്ചേരുന്നു. അപ്പം ജീവന്റെ ആ സ്വരൂപം എന്ന് പറയുന്നത് എന്താണ്? ഹയ കൃഷ്ണേര നിത്യദാസ എന്ന ഭാവം. അപ്പം ഭഗവത്ഗീത എവിടെ പറയുന്നു? സഗുണാൻ സമതീത്യൈതാൻ ബ്രഹ്മഭൂയായ കൽപ്പതേ എന്ന് ഭഗവാൻ പറഞ്ഞു തരുന്നു. സഗുണാൻ സമതീത്യൈതാൻ ബ്രഹ്മഭൂയായ കൽപ്പതേ. അപ്പൊ ഇതിന്റെയൊക്കെ ഹരേദാസി എന്നൊക്കെ പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? നമുക്ക് അൺബ്ലിഞ്ചിങ് ഫെയ്ത്ത് എന്തിനാണ്? ഗുരുവൻ പറഞ്ഞു തന്നിരിക്കുന്ന കാര്യങ്ങളിൽ അൺഫ്ലിഞ്ചിങ് ആയിട്ടുള്ള ഫെയ്ത്ത് ഉണ്ടെങ്കിൽ, അദ്ദേഹം പറഞ്ഞു തന്നിരിക്കുന്ന റൂൾസും റെഗുലേഷൻസും വേണ്ട വിധത്തിൽ നമ്മൾക്ക് അതിനെ പാലിച്ചു കൊണ്ടുപോകാനുള്ള മനസ്സിലെത്തിക്കഴിയുമ്പോൾ നമുക്ക് ഷുവർലി എന്ത് കിട്ടും? ലിബറേഷൻ തീർച്ചയായും നമുക്ക് കിട്ടുകയും ആ പ്രസന്റ് ബോഡിയിൽ തന്നെ ഇരുന്നു കൊണ്ട് നമുക്ക് പ്രവർത്തിക്കാൻ കഴിയുകയും ചെയ്യും. നമുക്ക് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് മുൻപിൽ ആരുണ്ട്? പൂന്താനം നമ്പൂതിരിയുണ്ട്. അപ്പൊ ആ ഒരു എല്ലാവർക്കും അറിയാവുന്നതായതുകൊണ്ട് ഞാൻ പറയാം, ഒരുപാട് ആൾക്കാർ മഹാരാഷ്ട്രയിലൊക്കെ ഉണ്ട്. അതിലേക്ക് പോകുന്നില്ല, നമുക്കറിയാവുന്നതുകൊണ്ട് പറയാണ്. ഈ ശരീരത്തിലാണ് നിൽക്കുന്നത് എങ്കിലും ഒന്നുമില്ല എന്നുള്ള യാതൊരു സഫറിങ്ങും അദ്ദേഹത്തിനില്ല, യാതൊരു കഷ്ടപ്പാടും അദ്ദേഹം കഷ്ടപ്പെടുന്നില്ല. പരമഹംസ സ്റ്റേജിൽ അദ്ദേഹം എത്തിച്ചേരും. കാരണം എവിടെ എനിക്ക് അതില്ല ഇതില്ല എന്ന് ഭാര്യ പറയുമ്പോഴും അതിനെക്കുറിച്ച് ഒന്നും ചിന്തിക്കുന്നില്ല, അല്ലെ കുഞ്ഞുപോയെന്ന് പറഞ്ഞാലും ചിന്തിക്കുന്നില്ല. അദ്ദേഹത്തിന്റെ മനസ്സ് പരമഹംസ സ്റ്റേജിൽ എത്തിച്ചേരുന്നു എന്നുള്ളതാണ് നമ്മളെ പറയേണ്ടത്. അപ്പൊ അവിടെ ഒരു ഋഷഭദേവനാണ് അതിന് ഏറ്റവും നല്ല എക്സാമ്പിൾ ആയിട്ടുള്ള ഒരു ഋഷഭദേവൻ എന്ന് പറയുന്നത് ഭഗവത് അവതാരം തന്നെയായിരുന്നാണ് പറയുന്നത്. ഋഷഭദേവൻ നാഭിരാജാവിന്റെയും അതുപോലെ മേരുദേവിയുടെയും മകനായിരുന്നു ഋഷഭദേവൻ. അദ്ദേഹത്തിന്റെ പുത്രനെയാണ് ഭരതൻ എന്ന് പറയുന്നത്. ആ ഭരതന്റെ പേരിൽ നിന്നാണ് നമുക്ക് ഭാരതം എന്ന് പറയുന്നത്. മറ്റേ ഭരതൻ എന്ന് പറയുന്നത് ഭരതവംശം സ്ഥാപിച്ച ആളാണ്. ആരുടെ മകനെ? ശകുന്തളയുടെ മകനായിട്ട് വരുന്നത്. അത് ഭരതവംശം സ്ഥാപിച്ചു. ഈ വ്യക്തിയുടെ പേരിലാണ് പ്രപഞ്ചത്തെ മുഴുവനും ഭാരതം എന്നറിയപ്പെട്ടിരുന്നത്. ആ ഭരതന്റെ അച്ഛനായിരുന്നു ഋഷഭദേവൻ. അദ്ദേഹത്തിന്റെ കർമ്മങ്ങളെല്ലാം നിർവഹിച്ചതിന് ശേഷം അദ്ദേഹത്തിന്റെ മകനെ രാജ്യവും ഏൽപ്പിച്ചതിന് ശേഷം അദ്ദേഹം എന്ത് ചെയ്തു? തിരിച്ച് പ്രകൃതിയിലേക്ക് അദ്ദേഹം ഇറങ്ങി വീട് വിട്ടിറങ്ങി പുലഹാശ്രമത്തിൽ അവിടേക്കൊക്കെ പോവുകയും ഭരതനാണ് പുലഹാശ്രമത്തിൽ പോയത്. ഇദ്ദേഹം അവിടെ വിട്ടിറങ്ങിയിട്ട് അദ്ദേഹം ഭൗതിക കാര്യങ്ങൾ ചിന്തിക്കാതെ ശരീരമേ അങ്ങ് ഉപേക്ഷിച്ചു. ശരീരത്തിനുള്ള ചിന്തയില്ല, ഭ്രാന്തനെ പോലെ അലഞ്ഞു തിരിഞ്ഞു നടന്നു. ആ ഋഷഭദേവനാണ് ജൈന മതത്തിന്റെ ആദ്യത്തെ തീർത്ഥങ്കരൻ എന്ന് പറയുന്നത്. ആ ഋഷഭദേവനാണ്. അദ്ദേഹത്തിന് ഭൗതികമായിട്ടുള്ള ചിന്തകളെല്ലാം ഉപേക്ഷിച്ചിട്ട് അപ്പം ആ ഒരു കൽപ്പത്തെ കുറിച്ചോ ബ്രഹ്മാവിനെ കുറിച്ചോ ഭഗവതിനെ കുറിച്ചോ ഇതിനെ കുറിച്ചോ ഒന്നും അദ്ദേഹം ചിന്തിക്കാതെ തന്റെ ശരീരത്തെയും തനിക്ക് വേണ്ട, ഭഗവത് സേവനം മാത്രം എന്നുള്ള ഒരു ഭാവത്തിൽ മനസ്സിൽ ഭഗവാനെ തന്നെ പ്രതിഷ്ഠിച്ചുകൊണ്ട് അദ്ദേഹം ഇറങ്ങി തിരിക്കുന്നതായിട്ട് നമുക്ക് ഭാഗവതത്തിൽ നമ്മൾ പഠിക്കും. അതൊക്കെ അപ്പൊ ഭാഗവതം പഠിക്കാതിരിക്കില്ല. അതുപോലെ തന്നെ 2-ാം അധ്യായത്തിൽ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് 2:54 തൊട്ട് അല്ലെ. അപ്പൊ അതില് നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ് എന്താണ്? ദുഃഖേഷു അനുത്തിഗ്നമനാഹ സുഖേഷു വിഗതസ്പൃഹ വീതരാഗ ഭയക്രോധാസ്ഥിതീർമുനിരുച്യതേ. എങ്ങനെയുള്ള ആളാണ്? അർജുനൻ ചോദിക്കുന്നു. ഏത് ക്വസ്റ്റ്യനാ ചോദിച്ചത്? സ്ഥിരപ്രജ്ഞസ്യ കാ ഭാഷ സമാധിസ്തസ്യ കേശവ സ്ഥിതരീകിം പ്രഭാഷേത കിമാസീത ബ്രജേത കിം എന്ന് ചോദിക്കുമ്പോഴേ അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കുകയാണ്, പ്രജഹാദിയതാകാമാൻ സർവൻ പാത്ത മനോഗതാൻ ആത്മനാ തുഷ്ട സ്ഥിതപ്രജ്ഞസ്തോച്യതേ. എല്ലാ മനകൽപ്പിതങ്ങളാൽ ഉണ്ടാകുന്ന നാനാവിധത്തിലുള്ള ഇന്ദ്രിയകാംക്ഷകളെ ത്യജിക്കുന്നതോടൊപ്പം മനസ്സ് ശുദ്ധീകരിക്കപ്പെടുകയും ആത്മാവിൽ തന്നെ സംതൃപ്തി കൊള്ളുകയും ചെയ്യുമ്പോൾ ഒരാൾ സ്ഥിതപ്രജ്ഞനെന്ന് പറയുന്നു. അവനെ അദ്ദേഹം എങ്ങനെയാണെന്നൊക്കെ അതിനകത്ത് വിശദീകരിച്ചിട്ടുണ്ട്. ഞാൻ സമയം കഴിഞ്ഞുകൊണ്ട് പറയുന്നില്ല. ദുഃഖേഷ നിത്യമനാഹ സുഖേഷു വിഗതസ്പൃഹ വീതരാഗ ഭയക്രോധാസ്ഥിതീർമുനിരിച്ചതേ അങ്ങോട്ട് വരും ഇനി. അപ്പൊ അങ്ങനെയാണ് ഒരു ആത്മാരാമൻ, എങ്ങനെയാണ് ഒരു ഋഷഭദേവൻ ജീവിതം വിട്ടതാണ് ഒരു എക്സാമ്പിൾ ആയിട്ട് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതുപോലെ എത്ര പേരുണ്ട്. അങ്ങനെ ആ ഒരു അമൂർത്ത. ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞു നിർത്തണം. അപ്പൊ ഭൗതിക അസ്തിത്വത്തെ അവസാനിപ്പിക്കുന്ന പ്രക്രിയയാണ് ഈ മുക്താവസ്ഥ എന്ന് പറയുന്നത്. താൻ ബ്രഹ്മനാണെന്നൊരുവൻ നിശ്ചയമായും വിചാരിക്കരുത്. നമ്മളൊക്കെ ബ്രഹ്മനാണെന്ന് നമ്മൾ പറയുന്നത്
തെറ്റാണ്. ബ്രഹ്മൻ അവസ്ഥയിൽ നമ്മൾ എത്തിയിട്ടില്ല. ബ്രഹ്മനാണെന്ന് വിചാരിക്കരുത്. അതേസമയം നിശ്ചയമായും ബ്രഹ്മനെ പോലെ പ്രവർത്തിക്കണം. ഒരു ബ്രഹ്മൻ എങ്ങനെ പ്രവർത്തിക്കുന്നോ ആ രീതിയിൽ നമ്മൾ പ്രവർത്തിക്കണം. സ്വയം ബ്രഹ്മമെന്ന് വിചാരിച്ചു പോയാൽ അവൻ ഇംപേഴ്സണലിസ്റ്റ് ആണ്. എന്ന് വെച്ചാൽ എന്താണ്? ഭൗതികവാദിയായി മാറും, അമൂർത്തവാദി, ഭഗവാന് ശരീരമില്ല എന്ന് ചിന്തിക്കുന്ന രീതിയിലായിരിക്കും അവന്റെ പ്രവർത്തനം. അഥവാ നിർവ്യക്തികവാദി എന്നും അതിനെ പറയുന്നു. ഇനി ബ്രഹ്മത്തെ പോലെ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ, ബ്രഹ്മത്തെ പോലെ പ്രവർത്തിക്കുക അങ്ങനെ ഒരു രീതിയിലേക്ക് വരുമ്പോൾ അവനെ പരിശുദ്ധ ഭക്തൻ എന്ന് പറയാം. അപ്പൊ രണ്ട് രീതിയാണ് അവിടെ വരുന്നത്. ബ്രഹ്മനാണെന്ന് എന്താണ്? അഹം ബ്രഹ്മാസ്മി, ആ രീതിയിൽ നമ്മൾ അങ്ങോട്ട് ചിന്തിക്കുമ്പോൾ ഓം തത്സത് അഹം ബ്രഹ്മാസ്മി, ഞാൻ 6 വാക്യങ്ങൾ ഞാൻ പഠിപ്പിച്ചത് ഓർമ്മയുണ്ടല്ലോ, ആ 6 വാക്യങ്ങൾ. അപ്പൊ അത് ആ രീതിയിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ ഇംപേഴ്സണലിസ്റ്റ് ആയിട്ട് മാറും. അല്ല, ബ്രഹ്മനെ ബ്രഹ്മത്തെ പോലെ പ്രവർത്തിക്കാൻ ശ്രമിക്കുമ്പോൾ അവിടെ നമ്മൾ പരിശുദ്ധ ഭക്തനായി മാറും. ഇതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. ഹരേ കൃഷ്ണ. 2 ശ്ലോകമേ തീർന്നുള്ളൂ. അപ്പൊ ഇത് കഴിഞ്ഞു, നമുക്കിവിടെ നിർത്താം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ.